നമ്മൾ വീണ്ടും ക്ലാസ്സസ് തുടരുകയാണ്. പതിപോലെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് എന്നെ ശ്രമിക്കുന്നവരും ഭാവിയിൽ വെബ്സൈറ്റുകളിൽ നിന്ന് യൂട്യൂബിൽ നിന്നൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ഉപയോഗപ്രദമാകട്ടെ. കേൾക്കുന്നവർക്ക് മാത്രമല്ല, അവരത് ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭാവിയിൽ ധാരാളം പേർക്ക് ഇത് ഉപയോഗപ്രദമാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ് സമയക്കുറവുണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നന്നായിട്ട് ഭംഗിയായിട്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടു കൂടിയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാചകം കേട്ടു. അതായത് നമ്മള് സേവനം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ദൈവത്തോട് അടുത്തു വരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതൊരു ഒരു ചാരിറ്റി വർക്കെന്നോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസിനോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ സർവീസ് എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണെന്ന്. കാരണം ഇതൊരു സർവീസാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അത് പലപ്പോഴും ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും, നമ്മളുടെ ആരോഗ്യത്തെ കുറിച്ച് തന്നെയായിരിക്കും. ഒരു ഘട്ടത്തില് വിഷമത്തോടു കൂടി ചിന്തിക്കുമ്പോൾ ഈ അറിവ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ആദ്യകാലം മുതൽ എൻ്റെ അനുഭവത്തിലൂടെ പറയുന്നത്, GHK ലേണിംഗ് ഈസ് ഫോർ അവർ സെൽസ്, നമ്മളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡിയർ ആൻഡ് നിയർ വൺസ്, നമ്മുടെ ബന്ധപ്പെട്ടവര്, പ്രിയപ്പെട്ടവര്, നമ്മുടെ അടുത്ത് ജീവിക്കുന്നവര്, അവർക്ക് വേണ്ടി. ഇപ്പൊ ഒരു പ്രാക്ടീഷണറാണ്, തീർച്ചയായിട്ടും ഇത് രണ്ടും പോരാ. നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിനെയും നമ്മൾ ഉപയോഗിക്കണം, അല്ല ക്ലയൻസിനെയും നമ്മൾ ബോധവൽക്കരിക്കണം. ഇതാണ് ശരിയായ അറിവ്. അത് ഓരോ ദിവസവും നമ്മൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസസിൽ നമ്മൾ ബോധ്യപ്പെടുന്ന കാര്യമാണ്. കാരണം ഒത്തിരി തെറ്റായിട്ടുള്ള ധാരണകൾ കൊണ്ടാണ് ജനങ്ങൾ നമ്മളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവരെ ശരിയായ മാർഗത്തിൽ നയിക്കേണ്ട കടമയും കൂടി ഡോക്ടർ എന്നുള്ള നിലയിൽ, ചികിത്സകൻ എന്ന നിലയിൽ നിങ്ങൾക്കുണ്ട്. ഒരു മാതാപിതാവ്, ഒരു അച്ഛനായിട്ടും അമ്മയായിട്ടും കുടുംബത്തിൽ നയിക്കുമ്പോൾ മക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച് അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് അറിവുണ്ടാകും. അപ്പൊ എപ്പോഴും ഓർക്കുക, നമുക്ക് വേണ്ടി, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പിന്നെ നിങ്ങൾക്ക് സമയവും എനർജിയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് പ്രചരിപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പക്ഷേ അത് വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ ചില ടോപ്പിക്ക് പറയുമ്പോഴത്തേക്ക് അത് ചെറുതാണ് വലുതാണെന്ന് പറയും. ഇത് മസിൽ, നമ്മുടെ ബോഡിയുടെ ഒരു ബൾക്ക്, മൊത്തത്തിലുള്ള ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ബോഡിയുടെ മസിൽസ് ആണ്. അപ്പൊ മസിൽസ് തന്നെ രണ്ട് രീതിയിൽ നമ്മൾ GHK പഠിക്കുമ്പോൾ മനസ്സിലാവും: സ്മൂത്ത് മസിൽസ് ആൻഡ് സ്കെൽറ്റൽ മസിൽസ്. അപ്പൊ സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്, നമ്മുടെ സ്വാളോ ചെയ്യുന്നിടത്തുണ്ട്, ഇൻറ്റസ്റ്റൈനിൽ ഉണ്ട്, റെക്റ്റം വരെയുള്ള ഇൻറ്റസ്റ്റൈനിലുണ്ട്, പല ഡക്റ്റിലും ഉണ്ട് അതിന്റെ കവറിങ്ങിലായിട്ട്. സോ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് അത് വോളണ്ടറി അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ല മസിലിന്റെ, ഇൻവോളണ്ടറി മസിൽസ് ആണ്. അത് പലപ്പോഴും ഏതെങ്കിലും ഡിസ്ചാർജ് അല്ല, ഏതെങ്കിലും സെക്രീഷൻസ് മുന്നോട്ട് നയിക്കുന്നത് ഈ മസിൽസിന്റെ പ്രൊപ്പൽഷൻ വഴിയായിട്ടാണ്. പെരിസ്റ്റാൾസിസ് എന്നൊക്കെ മെഡിക്കൽ രംഗത്തുള്ളവർക്ക് അറിയാൻ പറ്റും. പെരിസ്റ്റാൾസിസ് അത് ചിലപ്പോ ഒരു കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും, അല്ലെങ്കിൽ സെമൻ ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും, ഇജാക്കുലേഷൻ നടത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല ഫങ്ഷൻസും സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്. അപ്പൊ ഡിഫറൻസ് ഇതാണ്: സ്മൂത്ത് മസിൽസ് എൻഡോഡേം ഡിറൈവേറ്റീവ്സ് ആണ്, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുന്ന മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ബ്രെയിനിന്റെ ഭാഗമാണ്. അത് ബ്രെയിൻ സ്റ്റെമ്മിന്റെ മുകളില് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുവാണ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇത് മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റമാണ് നമ്മളെന്ന് പറയുന്നത്. അതായത് മസിൽസ് രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയും. അതിന്റെ ബൾക്കില് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സ് ആണ്. അതിന് നെർവ് സപ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ അത് ബ്ലഡ് വെസൽസ് സപ്ലൈ ഉണ്ട്. അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ഒന്ന്, അതിന്റെ ബൾക്ക് ഓഫ് ദി മസിൽ, അല്ല മസിൽ എന്ന് പറയുന്നതിന്റെ മൊത്തം ക്വാണ്ടിറ്റിയും അതിനെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റം. അപ്പം അതൊരു പ്രോഗ്രാമാണ്. അപ്പൊ ആ പ്രോഗ്രാം എങ്ങനെയാണ് അത് വരുന്നത്? അതിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പൊ അതിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ പറയും വോളണ്ടറി എന്ന് പറയുന്നത് എന്റെ എന്റെ ആഗ്രഹം, എന്റെ കൺട്രോളിലാണ് എന്റെ ഒരു മസിൽ, എന്റെ കൈയുടെ ആക്ഷൻ, ഇതെല്ലാം എന്റെ മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഒളീഷൻ അല്ലെങ്കിൽ നമ്മുടെ വിൽ ആണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ
സ്കെൽറ്റൽ മസിൽസ്, സ്ട്രയേറ്റഡ് മസിൽസ്, വോളണ്ടറി മസിൽസ് എന്നൊക്കെ പറയും. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഒരു നല്ല ഒരു ഭാഗം കവർ ചെയ്യുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണെന്ന് പറയുന്നത്. ഇനി ഈ മസിൽസിനെ, പേശികൾ അതാണ് മലയാളത്തിൽ പറയുന്നത്, ഇതിന്റെ സൈസ് പല തരത്തിലുള്ളതാണ്. അല്ലെങ്കിൽ ചെറിയ മസിൽസ് ഉണ്ട്, വലിയ മസിൽസ്. ഏറ്റവും ചെറിയ മസിൽസ് പറയുവാണെങ്കിൽ സ്ട്രെപ്പീഡിയസ് മസിൽസ് എന്ന് പറയും. അപ്പം ചെറിയ ചെവിക്കകത്തുള്ള കണ്ടക്ഷൻ ഓഫ് ദി വോയിസ്, ശബ്ദത്തെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതാണ് സ്റ്റെപ്പീഡിയസ് മസിൽസ് എന്ന്. ലോങ്സ്റ്റ് മസിൽ ഏതാണെന്ന് ചോദിച്ചാൽ തൈ മസിൽസ് ആണ്. തൈ, നമ്മുടെ ലോങ്സ്റ്റ് ബോൺ ഫീമർ ആയതുകൊണ്ട് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസ്, തൈ മസിൽസ്. ഇനി എംബ്രിയോളജിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ജർമിനൽ ലേയേഴ്സ് പറയുമ്പോഴത്തേക്കും എൻഡോഡേം, മീസോഡേം, എക്ടോഡേം. Again, mesoderm divided into two, ന്യൂ മീസോഡേം, ഓൾഡ് മീസോഡേം. അപ്പോ സ്കെൽറ്റൽ മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്യുന്നത് ന്യൂ മീസോഡേം ആണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഓർക്കണം. അപ്പൊ അതിനകത്ത് തന്നെയാണ് ബോൺസ് വരുന്നതും. മസിൽസ് മാത്രമല്ല, അത് ഏതെല്ലാം സംഗതി വരുന്നു നമ്മൾ പറയും. ടെൻഡൻസ്, ലിഗമെന്റ്സ്, ബ്ലഡ് വെസൽസ്, ഫാറ്റി ടിഷ്യൂ, എല്ലാം എല്ലാം കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ മെഡുല. അത് ന്യൂ മീസോഡയമാണ് ഡിറൈവ്ഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ സെറിബ്രൽ മെഡുലയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ബ്രെയിൻ കൺട്രോൾ സെറിബ്രൽ മെഡുല. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ബ്രെയിനിനകത്ത് രണ്ട് കൺട്രോൾ സെന്റർ ഉണ്ട്. അപ്പൊ ബ്രെയിൻ കൺട്രോൾ സെന്റർ എന്ന മസിൽസിന്റെ കാര്യം മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ആക്ഷൻ ഉണ്ട് മസിൽസിന്. ഒന്ന്, അതിന്റെ മസിൽ ബൾക്ക് അല്ലെങ്കിൽ അതിന്റെ മൊത്തം ആ മാസ്, അല്ലെങ്കിൽ എന്താ പറയാ, വെയിറ്റ്, അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി, ക്വാണ്ടം, അത് മുഴുവനും കൺട്രോൾ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ സെറിബ്രൽ മെഡുല. അതിന്റെ ഉത്തരവാദിത്വം എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്? അത് ട്രോഫിക് ഫങ്ഷൻ, അതായത് അതിന്റെ എക്സിസ്റ്റൻസ്, സസ്റ്റനൻസ്, ന്യൂട്രീഷൻ, ആക്ടിവിറ്റി അല്ല, സോറി, ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ അത് മോട്ടോർ ഫങ്ഷനായി. അപ്പോൾ മോട്ടോർ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സിലുള്ള മോട്ടോർ കോർട്ടെക്സ് ആണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മസിലിന്റെ മൂവ്മെന്റും മസിലിന്റെ ബൾക്കും അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയും രണ്ട് കൺട്രോളിങ് സെന്റർ ഉണ്ടെന്നുള്ളത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയം പഠിക്കും. അപ്പോൾ എന്താണ് മോട്ടോർ ആക്ഷൻ? മോട്ടോർ ആക്ഷൻ അതിന്റെ മൂവ്മെന്റ് തന്നെയാണ്. എന്താണ് മസിലിന്റെ മോട്ടോർ? കൺട്രാക്ഷൻ, റിലാക്സേഷൻ, കൺട്രാക്ഷൻ, റിലാക്സ്. അപ്പോൾ മസിലിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് മോട്ടോർ കോർട്ടെക്സ് ആണ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇനി വേറൊരു കാര്യം ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത്, ഇതിന് ബൈലാറ്ററൽ അല്ലെങ്കിൽ കോൺട്രാലാറ്ററൽ, അല്ലെങ്കിൽ ഒരു സൈഡിനെ അല്ലെങ്കിൽ റൈറ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡ് സെറിബ്രൽ മെഡുലയാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡ് മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള സെറിബ്രൽ മെഡുലയാണ്. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ബൈലാറ്ററൽ എന്നോ കോൺട്രാലാറ്ററൽ, അതായത് കൺട്രോളിങ് ഫ്രം ദി ബ്രെയിൻ, കൺട്രോളിങ് സെന്റർ ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. ഇനി എന്താണ് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്ട്? ഒത്തിരി 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 ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് സെൽഫ് ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കുറിച്ച് തന്നെ എന്റെ വില കുറവായിട്ട് തോന്നും, വർത്ത്ലെസ്, വാല്യൂലെസ്. അല്ലെങ്കിൽ ഞാനൊരു വാല്യൂ ചെയ്യും, അത് വേറെ ആരുമല്ല, വേറെ ഒരാൾ നോക്കുന്നത് പോലെയല്ല. ഞാൻ എനിക്ക് തന്നെ ഒരു വിലയിടുമ്പോൾ ഇത് ഇൻസ്റ്റെഡ് ഓഫ് അപ്രീസിയേഷൻ അത് ഡിപ്രീസിയേഷൻ ആയിട്ട് വരും. വിലയില്ല എന്നുള്ള തോന്നലാണ്. ഐ ആം യൂസ്ലെസ്, ഐ ആം വർത്ത്ലെസ്, ഐ ആം ഗുഡ് ഫോർ നത്തിങ് എന്നൊക്കെയുള്ള, നത്തിങ് അല്ലെങ്കിലും ഗുഡ്, നോട്ട് ഗുഡ് ആസ് അതേഴ്സ് എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കും. അതായത് എന്റെ വാല്യൂ എപ്പോഴും നമ്മൾ മാർക്ക് ഇടുമ്പോൾ അങ്ങനെയാണല്ലോ, മറ്റുള്ളവരുടെ കമ്പാരിസണിലാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. എന്റെ എക്സിസ്റ്റൻസ്, എന്റെ അച്ചീവ്മെന്റ്സ്, എന്റെ പാഷൻ, അപ്പം ജീവിതത്തിൽ ഞാൻ നേടിയതിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ സെൽഫ് ഡീവാലുവേഷൻ ആണെങ്കിൽ അതെല്ലാം നമ്മളുടെ മസിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് വരുമ്പോൾ അത് സെൽഫ് ഡീവാലുവേഷൻ കൂടെ വരുമ്പോൾ മസിൽ മാസ് റെഡ്യൂസ് ചെയ്തു. അപ്പൊ അതിന് ക്വാണ്ടിറ്റി കുറവായിട്ട്, അല്ലെങ്കിൽ അത് ഡിപ്രീസിയേഷൻ വരും. അപ്പൊ അതിന്റെ കോൺഫ്ലിക്റ്റും അതിനെ ബാധിക്കുന്ന ടിഷ്യൂവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇതിന്റെ ഹൈറാർക്കിക്കലി പറയുവാണെങ്കിൽ ഇതാണ് അതിന്റെ ഹൈറാർക്കി. അതായത് ബോൺസ് ആണ് ആദ്യം വരുന്നത് ഏറ്റവും. അത് നമ്മൾ അടുത്ത 1-2 ക്ലാസ്സിന് ശേഷം, നമ്മൾ 1-2 ദിവസത്തിന് ശേഷം പഠിക്കും. ബോൺസ് ആൻഡ് ജോയിന്റ്സ് വെരി വെരി ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ബോൺസ്
ആൻഡ് ജോയിൻസ്. ബോൺസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ബോൺ മാരോ എല്ലാം അതിൻ്റെ അകത്ത് വരും. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. മിനറലൈസേഷൻ, കാൽസിഫിക്കേഷൻ, ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോലൈസിസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെൽഫ് ഡീവാലുവേഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിൽ തന്നെ ഹൈറാർക്കിക്കലി ബോണിനെ ബാധിച്ചാൽ, നമ്മൾ മലയാളത്തിൽ തന്നെ പറയാറുണ്ട് അസ്ഥിയെ പിടിച്ച എന്ന് പറയും. അസ്ഥിയെ പിടിച്ച, അത്ര സീരിയസ് ആണെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ അസ്ഥിയെ പിടിച്ച സെൽഫ് ഡീവാലുവേഷൻ ആകുമ്പോഴാണ് ബോൺസ് അഫക്റ്റഡ് ആകുന്നത്. അപ്പൊ പിന്നെയുള്ള എല്ലാ മസിൽസുമാണ് പിന്നെ. അപ്പൊ രണ്ടാമത്തെ ഹൈറാർക്കിക്കലി രണ്ടാമത്തെ പ്രധാനമാണ് ഈ പറയുന്ന സ്കെൽറ്റൽ മസിൽസിലുള്ള. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അടുത്ത ദിവസം നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ പഠിക്കും, പിന്നെ ബ്ലഡ് വെസൽസ്. അങ്ങനെ ആ ഓർഡറിൽ നമ്മൾ ഇനിയും പഠിക്കാനായിട്ട് ധാരാളം ചാപ്റ്ററുകളുണ്ട്. അത് തീർന്നതിന് ശേഷമാണ് ഞാൻ കേസ് ഡിസ്കസ് ചെയ്യാം, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സ്കിസോഫ്രനിക് കോൺസ്റ്റലേഷൻ, അല്ലെ മെന്റൽ ഡിസീസസ്, ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള ഡോക്ടർ ഹാമറിന്റെ അഭിപ്രായത്തിലുള്ള സ്കിസോഫ്രനിക് കോൺസ്റ്റലേഷൻ മോർ ദാൻ വൺ കോൺഫ്ലിക്റ്റ് അറ്റ് എ ടൈം വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അതിനെ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. മെന്റൽ ലെവലിലാവുന്നത് സ്കിസോഫ്രനിക്. അത് നമ്മൾ പഠിച്ചതിന് ശേഷമായിരിക്കും ക്ലിനിക്കൽ കണ്ടീഷൻസ് പോകുക, കേസ് ഡിസ്കസ് ചെയ്യാമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ കേസ് ഡിസ്കഷൻ കൂടെ വരുമ്പോഴത്തേക്കും എന്നെ ശ്രമിക്കുന്നവർക്ക് അത് നല്ല കോൺഫിഡൻസ് ഉണ്ടാകും. ഈ പറയുന്നതിന്റെ സത്യം, വെറാസിറ്റി, ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദീസ് ഗ്രേറ്റ് സയൻസ്, റെവല്യൂഷണറി സയൻസ് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണമായി ബോധ്യപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് ഓരോ ദിവസവും കിട്ടുന്ന ഓരോ പുതിയ കേസുകളിലും നമ്മൾ ഇത് വെരിഫൈ ചെയ്യണം. പുതിയ കേസ് മാത്രമല്ല, അത് ഫോളോ അപ്പ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ കുറെ നാൾ വരാതിരുന്നിട്ട് വീണ്ടും കേസ് വരുമ്പോഴൊക്കെ നമ്മൾ ഏത് കേസ് ആണെങ്കിലും അതെല്ലാം ട്രൂ ടു വാട്ട് ഡോക്ടർ ഹാമർ ടോൾഡ് ടു ദി വേൾഡ്. അതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോ സെൽഫ് ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് വർത്ത്, എന്റെ വില, മൂല്യം ഇല്ലാതെ ആയതായിട്ട് തോന്നുമ്പോൾ അതിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ മസിൽ ശോഷിക്കുക, മസിലിന്റെ ക്വാണ്ടിറ്റി കുറയുക. കാരണം അതിന്റെ ന്യൂട്രീഷൻ ബാധിക്കുക, അല്ലെങ്കിൽ അതിന്റെ എനർജി, അതിന്റെ ബൾക്ക് ഇല്ലാതെയാകുക. അപ്പൊ അതുകൊണ്ട് എവിടെ മെലിച്ചിലുണ്ടോ, പരാലിസിസ് എന്ന് പറയുന്നത് രണ്ടും വന്നേക്കാം. പക്ഷെ ഒരു വശം തളർന്നു, അല്ലെങ്കിൽ മുഖം തളർന്നു, മുഖത്ത് പരാലിസിസ് വന്നു, അല്ലെങ്കിൽ കൈ തളർന്നു പോയി, ഇങ്ങനെ പറയുന്ന ഇമ്മീഡിയറ്റ്ലി കൈയുടെ ബൾക്കൊക്കെ അവിടെ തന്നെ ഉണ്ട്, മസിലൊന്നുമില്ല. കുറെ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിന് പുതിയ പേര് കൺവെൻഷണൽ മെഡിസിൻ കൊടുക്കാൻ ഡിസ്യൂസ് അട്രോഫി എന്നൊക്കെ പറയും. അപ്പം ആ ഭാഗത്തിന് പരാലിസിസ് വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോഴത്തേക്കുമാണ് സെൽഫ് ഡീവാലുവേഷൻ വരുന്നത്. എനിക്ക് ഈ കൈകൊണ്ട് കാര്യമില്ല, അല്ലെ കൈകൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എന്റെ നടുകൊണ്ട് വയ്യ, ഹിപ്പ് കൊണ്ട് വയ്യ, ബോൺ കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മസിലിന്റെ ക്വാണ്ടിറ്റി കുറയുന്നു, അല്ലെങ്കിൽ മസിലില് മെലിച്ചിൽ വരുന്നു. ഇത് ചിലപ്പോൾ ജനറലൈസ്ഡ് ആയിട്ട് വരാം, ഒരു വ്യക്തിയെ മൊത്തത്തിൽ ബാധിക്കാം. അങ്ങനെ ആകുമ്പോൾ ആൾ തീരെ മെലിഞ്ഞു പോയല്ലോ എന്ന് നമ്മൾ പറയും. ഇമാസിയേഷൻ, വേസ്റ്റിംഗ്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മസിലിന് നമ്മുടെ സ്ട്രെങ്ത് കൊടുക്കാൻ, നമ്മളുടെ അപ്പിയറൻസ് കൊടുക്കാനൊക്കെ ഉള്ള റോൾ പോലെ തന്നെ നമുക്ക് നമ്മുടെ വാല്യൂ കൊടുക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പിന്നീട് നമ്മൾ മെഗാലോമേനിയ എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് കോൺസ്റ്റലേഷൻ ആണ്. ആ കോൺസ്റ്റലേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പോണന്റ് എന്ന് പറയുന്നത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. പിന്നെ ടെറിട്ടറി, ആങ്കർ, ഇതൊക്കെ കൂടെ വരുമ്പോഴാണ് മെഗാലോമേനിയ എന്നൊക്കെയുള്ള കോൺഫ്ലിക്റ്റിന്റെ കോൺസ്റ്റലേഷൻ വരുന്നത്. ഇനി നമ്മൾ കൂടുതലും ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് പോവാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞു, അതായത് അതിന്റെ ബൾക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഞാൻ കുറച്ച് വിശദീകരിച്ചു, ഇനി നമ്മൾ അത് തന്നെ പറയുകയാണ്. അപ്പോ അവിടെ സംഭവിക്കുന്നത് സെക്കൻഡ് ബയോളജിക്കൽ ലോ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കണം. അപ്പോൾ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ ഈസ് സെല്ലുലാർ ഡിപ്ലീഷൻ. അതുകൊണ്ട് തന്നെ മസിൽ ടിഷ്യൂ നെക്രോസിസ് ആണ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മസിൽ അട്രോഫി ഉണ്ടാകും. മസിൽ അട്രോഫി എന്ന് പറഞ്ഞാൽ മസിലിന്റെ ബൾക്ക്, ക്വാണ്ടിറ്റി കുറഞ്ഞു വരിക, മെലിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇതേ തീം തന്നെയാണ് ബോൺസിലും ജോയിന്റ്സിലും നമ്മൾ പിന്നീട് പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ബോൺസിലും ജോയിന്റ്സിലും ഉള്ളത്. പക്ഷെ ബോൺസിലെ ജോയിന്റ്സിനെ വളരെ തീവ്രമാണ് ബോൺസിനെ ബാധിച്ചാൽ, അല്ലെ ജോയിന്റ്സിനെ ബാധിച്ചാൽ. അത്രയുമല്ല, അതിന്റെ നെക്സ്റ്റ് ഇൻ ദി ഹൈറാർക്കിയാണ് മസിൽസ് വരുന്നത്, വോളണ്ടറി മസിൽസ് അല്ലെ സ്കെൽറ്റൽ മസിൽസ് വരുന്നത്. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് കൺട്രോളിങ് സെന്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു കൺട്രോളിങ് സെന്റർ ഞാൻ പറഞ്ഞു സെറിബ്രൽ മെഡുല ആണെന്ന്.
മറ്റേ കൺട്രോളിങ് സെന്റർ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനെ കോർട്ടെക്സ് ആണ്, അതിനെയാണ് നമ്മൾ മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോട്ടോർ കോർട്ടെക്സിൽ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മൂവ്മെന്റിനെയാണ്. ഒരേ മസിലിന്റെ തന്നെ ബൾക്കിനെ സെറിബ്രൽ മെഡുലയും മൂവ്മെന്റിനെ മോട്ടോർ കോർട്ടെക്സുമാണ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ മറന്നു പോകരുത്. കാരണം നിങ്ങളുടെ അടുത്ത് ധാരാളം വിവിധ പേരുകളിൽ ഇതേ കംപ്ലൈന്റ് കൊണ്ട് വരും. അത് ചിലർ ഫേഷ്യൽ പാൾസി എന്ന് പറയും, ബെൽസ് പാൾസി എന്ന് പറയും, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയും, സ്ട്രോക്ക് എന്ന് പറയും, പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയും, ALS എമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന രോഗം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, ധാരാളം പേരിൽ മസിലിനെ ബാധിക്കുന്ന മസ്കുലർ ഡിസ്ട്രോഫി, ഇങ്ങനെ ധാരാളം പേരുണ്ട്. പക്ഷെ ഇതിന്റെ അകത്തെല്ലാം നമ്മൾ ഓർക്കേണ്ടതിന് മൂവ്മെന്റ് മാത്രമാണെങ്കിൽ ദാറ്റ് ഈസ് അഫെക്ഷൻ ഓഫ് ദി മോട്ടോർ കോർട്ടെക്സ്. ബൾക്ക് മെലിയുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, മസിൽ വേസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അതിനെ സെറിബ്രൽ കോർട്ടെക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനെ ബാധിച്ചിട്ടുള്ള സെറിബ്രൽ മെഡുല, മറന്നേക്കരുത്. അപ്പോൾ എന്താണ് മോട്ടോർ കോൺഫ്ലിക്റ്റ്? മോട്ടോർ കോൺഫ്ലിക്റ്റ്, ഐ ആം നോട്ട് ഏബിൾ ടു മൂവ്, എനിക്ക് മുന്നോട്ട് യാത്ര, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പർട്ടിക്കുലർ ടിഷ്യൂ ആണെങ്കിൽ എനിക്ക് ആ പർട്ടിക്കുലർ മസിലിനെ മൂവ് ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് നിങ്ങൾ ഓർക്കേണ്ട ഫീലിംഗ് സ്റ്റക്കാണ്. നിങ്ങൾ സ്റ്റക്കായി, പെട്ടുപോയി, കുടുങ്ങിപ്പോയി, നമുക്ക് അതിൻ്റെ അത് രക്ഷയില്ല എന്നുള്ള തോന്നലാണ്. ഏതെങ്കിലും ചിലപ്പം വലിയ വലിയ ജീവിത ക്ലേശങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മുക്തിയില്ല എന്ന് തോന്നുന്ന അവസ്ഥ, എനിക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് മാർഗമില്ലെന്നുള്ള തോന്നൽ. ധാരാളം എക്സാമ്പിൾസ് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അത് കേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. അതാണ് പാർക്കിൻസന്റെ പിന്നിലുള്ളത്, അതാണ് എല്ലാ പരാലിസിസിന്റെ പിന്നിലുള്ളത്. അല്ലെങ്കിൽ അതിന്റെ എപ്പിലെപ്റ്റോഡ്, ഞാനതിലേക്ക് വരാം. എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് വരുമ്പോഴാണ് നിങ്ങൾ റിയൽ ആയിട്ടുള്ള എപ്പിലെപ്സി, നമ്മൾ ഇത്രയും നാളും എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കൾ നമ്മൾ എത്ര കാലമായി എപ്പിലെപ്സി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ റിയൽ കോർ ഇവിടെയാണ്. ഇന്നാണ് നമ്മളത് പഠിക്കുന്നത്. എന്താണ്? മസിലിന്റെ ഹീലിംഗ് ഫേസിൽ ഉണ്ടാകുന്ന എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണ് ഈ ക്ലോണിക് ടോണിക് സ്പാസം, അല്ലെങ്കിൽ നമ്മൾ എപ്പിലെപ്സി എന്ന് പറയുന്ന, സീഷർ എന്ന് പറയുന്ന, കൺവേർഷൻ എന്ന് പറയുന്ന പ്രതിഭാസം. കൺവേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലൈസ്ഡ് ആണെന്ന് പറയും. പക്ഷെ ചില കേസുകളിൽ അത് പർട്ടിക്കുലർ മസിൽ മാത്രമായിരിക്കും മൂവ് ചെയ്യും. ചിലർ ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യും, ചിലര് വെറുതെ ഇങ്ങനെ 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 മൂവ് ചെയ്യുന്നവരുണ്ട്. ചിലര് നമ്മൾ പറയും ടിക്ക് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ വരുന്ന കാര്യമാണ്. ഇങ്ങനെ ജസ്റ്റ് ഇൻവോളണ്ടറി ആയിട്ട് മൂവ് ചെയ്യുന്നവരുണ്ട്, ചിലർ ഇങ്ങനെ മൂവ് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം വരുന്നത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്, മോട്ടോർ കോൺഫ്ലിക്റ്റ് ആണ്. അതിന്റെ ഹീലിംഗ് ഫേസിൽ ഉണ്ടാകുന്ന എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണ്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ വരാം. നമ്മുടെ ബോഡി ആസ് എ ഹോൾ ജനറലൈസ്ഡ് ആയിട്ടുള്ള വരാം. അപ്പം ജനറലൈസ്ഡ് ആയിട്ടുള്ള സെൽഫ് ഡീവാലുവേഷൻ ആണെങ്കിൽ ബൾക്ക് കുറയും. ജനറലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റക്ക് ഫീലിംഗ് ആണെങ്കിൽ കംപ്ലീറ്റ് പാരാലിസിസ് വരാം. നമ്മൾ ബിലോ ദി നെക്ക് പാരാലിസിസ് വരാം, ബിലോ ദി വേസ്റ്റ് പാരാലിസിസ് വരാം, അല്ലെങ്കിൽ മോണോപ്ലേജിയ, അല്ലെങ്കിൽ ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമായിട്ടുള്ള പാരാലിസിസ് വരാം. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം GSK ലേണിങ്ങിനെ, അല്ലെങ്കിൽ GSK സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് ടിഷ്യൂ ആണ് അല്ലെങ്കിൽ ഏത് മസിലാണ് അഫക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മോട്ടോർ കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞു, ഐ ആം നോട്ട് ഏബിൾ ടു മൂവ്, ഐ ആം സ്റ്റക്ക്, ഐ കനോട്ട് എസ്കേപ്പ്. പെട്ടുപോയി എന്നുള്ളതാണ് മലയാളത്തിൽ അതിന്റെ കൃത്യമായ വാക്ക്. എനിക്ക് അതിൻ്റെ അകത്ത് മുക്തിയില്ല, എനിക്ക് അതിൻ്റെ അകത്ത് അതിജീവിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്ന ജീവിത സാഹചര്യമാണ്. ജനറലൈസ്ഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ എനിക്ക് കൈക്ക് മാത്രമായിട്ട് പാരാലിസിസ് വരാം, കൈക്ക് മാത്രമായിട്ട് വിറയൽ വരാം, ട്രെമർ അല്ലെങ്കിൽ എന്ന് പറയുന്നതെല്ലാം ഇതിന്റെ എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഇത് കുറേയേറെ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഫേഷ്യൽ പാൾസി അല്ലെങ്കിൽ ബെൽസ് പാൾസി എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്റെ മുഖം നഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ കോൺഫ്ലിക്റ്റ്. നമ്മൾ ഓരോന്നും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയമെടുക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഈ ക്ലാസ്സുകളൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇത്രമാത്രം ആഴത്തിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള അറിവ് ഉള്ള ഒരു 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 പഠനം രീതിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരാനായിട്ട്, ഒരു സ്റ്റിമുലേഷൻ തരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ ക്ലാസ്സിനെ കാണണം. കാരണം ഈ മസിലിൽ തന്നെ നമുക്ക് ഇന്ന് ഒരു ദിവസം മുഴുവൻ എടുത്താൽ ഫേഷ്യൽ പാൾസി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ പാർക്കിൻസൺ ഡിസീസ് എക്സ്പ്ലെയിൻ ചെയ്യാം.
അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്, ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസീസാണ്. ഇതെല്ലാം ഓരോ ദിവസം എടുത്ത് പറയാനായിട്ട് നമുക്ക് ഇന്നത്തെ സമയമില്ല. അതല്ല പർപ്പസ്. നിങ്ങളിൽ അതിലുള്ള താല്പര്യം ജനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ പഠിക്കണം. അതിന്റെ ഗൗരവം ഒട്ടുമേ കുറച്ച് കാണരുത്. ഇതൊരു എക്സാമ്പിൾ ആണ് ഫേഷ്യൽ പാൾസി എന്ന് പറയുന്നത്. അത് എൻ്റെ മുഖം നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ അതിൽ പറയുക. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾ തന്നെയോ ഒരിക്കൽ അങ്ങനെ എൻ്റെ മുഖം ഒരു വശം, അപ്പൊ ആ വശം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. റൈറ്റ് സൈഡ് ആസ് യൂഷ്വൽ എൻ്റെ പാർട്ട്ണർ സൈഡാണ്, ഫാദർ സൈഡാണ്, എൻ്റെ കരിയർ സൈഡാണ്, ജോബ് സൈഡാണ്, മണിയാണ്, ബിസിനസ് ആണ്, പാർട്ട്ണർഷിപ്പാണ്, ഇങ്ങനെയുള്ള എല്ലാം റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് മദറാണ്, എൻ്റെ ചിൽഡ്രൻ ആണ്, ചിൽഡ്രൻ അല്ലെങ്കിൽ പെറ്റാണ്, പെറ്റ്സിനെ സംബന്ധിച്ച് ഇതൊക്കെ എൻ്റെ വാല്യൂ പോയി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിന് ലെഫ്റ്റ് സൈഡ് പാരാലിസിസ്. അപ്പൊ ഞാൻ ഫേഷ്യൽ പാരാലിസിന്റെ മാത്രമാണ് പറഞ്ഞ്, ഇതുപോലെ തന്നെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ മസിലിലും ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാരാലിസിസ് ഉണ്ടെങ്കിൽ മൂവ്മെന്റ് ആണ്. ഇനി ബൾക്ക് ഓഫ് ദി മസിലിന് വേസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് സെൽഫ് ഡീവാലുവേഷൻ ആണ്. അപ്പോൾ ഇവിടെ ലൂസിങ് ഫേസ്, എൻ്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്നാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു എന്നുള്ളതാണ്. ഇതൊരു ഷെയിംഫുൾ ബിസിനസ് ആയി പോയല്ലോ, ലജ്ജാകരമായിട്ടുള്ള സംഭവമാണല്ലോ എന്നൊക്കെയുള്ള അവസ്ഥ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഫേഷ്യൽ പാൾസി ഉണ്ടാകും. എൻ്റെ ഡിഗ്നിറ്റി പോയി, എൻ്റെ റെപ്യൂട്ടേഷൻ പോയി, എൻ്റെ വില പോയി. വില പോയി എന്നുള്ളതാണ് ശരിക്കും. എൻ്റെ മൂല്യം ഇല്ലാതെയായി, മൂല്യ ശോഷണം വന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ. ഇനി ജോ മസിൽസ്, ഇവിടെ പാരാലിസിസ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ബോണിലേക്ക് വരുമ്പോൾ വീണ്ടും പഠിക്കും. എൻ്റെ ബൈറ്റിംഗ് കോൺഫ്ലിക്റ്റ്, ഐ എം നോട്ട് ഏബിൾ ടു ബൈറ്റ്, അതായത് ബൈറ്റ് ബാക്ക്, തിരിച്ച് പ്രതികരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ തിരിച്ചൊരു നല്ല റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ള. ഇപ്പൊ നമ്മുടെ സെൽഫ് വിൽ പവർ അല്ലെങ്കിൽ കോൺഫിഡൻസ്, ഇതൊക്കെ ഇതിന്റെ അകത്ത് വരും. നമ്മുടെ ഫേസിനെ കൺട്രോൾ ചെയ്യുന്ന മസിൽസ് ആണ്. അതിന്റെ ഏത് ലൊക്കേഷൻ എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് അതിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്നാണ് ഈ സംഭവിച്ചത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ലൈൻ. അപ്പൊ എന്നാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കത് ടൈം ലൈനിൽ, ഇന്ന മാസം ഇത്ര വർഷം മുമ്പ് ഇന്നത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവിടെ എത്താനും എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാനും നമുക്ക് സാധിക്കും. ഇത് വിശദീകരിച്ചിട്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരു ഹോമിയോപ്പതിനെ സംബന്ധിച്ചിടത്തോളം ഈ കോസേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റും, ബെറ്റർ ദാൻ അതർ ഹോമിയോപ്പസ്. ഞാൻ എപ്പോഴും എൻ്റെ GSKയുടെ പഠനത്തിൽ പഠിപ്പിക്കലിന്റെ ആദ്യകാലത്ത് പറഞ്ഞ, GSK ക്യാൻ മേക്ക് എ ഗുഡ് ഹോമിയോപ്പത്ത് എ ബെറ്റർ ഹോമിയോപ്പത്ത്. GSK അല്ലെങ്കിൽ GNM ക്യാൻ മേക്ക് എ ഗുഡ് ഹോമിയോപ്പത്ത് എ ബെറ്റർ ഹോമിയോപ്പത്ത്. ഗുഡ് അല്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തെ മറന്നിട്ട് മണി മേക്കിങ്ങും അല്ലെങ്കിൽ മറ്റ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, ഹി കൻ നോട്ട് ബി ഹെൽപ്ഡ്, ഹി വിൽ നോട്ട് സ്പെൻഡ് ടൈം ഫോർ ദിസ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് സമയം കളഞ്ഞെന്നല്ല പറയുന്നത്, മാറ്റിവെച്ചുകൊണ്ട് പഠിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ഓരോ രോഗിയുടെയും കൃത്യമായ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് നമ്മുടെ ഓരോ കേസും മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. കഴുത്ത്, ഓരോ ഭാഗത്തിനും അതിൻ്റെ എന്താണ് ആ ഭാഗത്തെ മസിൽ ചെയ്യുന്ന ഫങ്ഷൻ എന്നുള്ളതാണ് ആ മസിലിനെ ബാധിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ തല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നെക്ക് മസിൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പല രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇന്റലക്ച്വൽ സെൽഫ് ഡിവാലുവേഷൻ എന്ന് പറയാൻ, കാരണം കഴുത്തിന് വളരെ പ്രധാനപ്പെട്ട, ബോൺ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും എൻ്റെ കഴിവിനെ, എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കി, എൻ്റെ കഴിവിനെ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തെ, എൻ്റെ ശേഷിയെ ഒക്കെ കൊച്ചാക്കി പറയുക എന്നുള്ളതാണ് കഴുത്ത് എന്ന് പറയുന്നത്. ഷോൾഡറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഷോൾഡർ എന്ന് പറയുന്നത് ഈ ഭാഗത്താണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തം എന്ന് നമുക്ക് പറയാം. റൈറ്റ് സൈഡ് അല്ലെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ, ലാറ്ററൽ സൈഡ് ആണെങ്കിൽ മൈ റിലേഷൻഷിപ്പ് എന്ന് പറയാം. മൈ റിലേഷൻ, നമുക്ക് മലയാളത്തിൽ തോളോട് തോൾ ചേരുക. നമുക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ആള് അത് പാർട്ട്ണർ സൈഡ്, കുട്ടികളുടെ സൈഡ് അല്ലെ മദർ സൈഡ്. അപ്പൊ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഇവിടുത്തെ മസിലൊക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ അത് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അത് അഫക്ഷൻസ് ആയിട്ട് നമുക്ക് ഉണ്ടാവും. ഇപ്പൊ ഷോൾഡറും ബാക്ക് വീണ്ടും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, ഷോൾഡർ ഗെറ്റ് ഔട്ട് ഓഫ് ദി വേ, ഞാൻ രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, സ്റ്റെപ്പ് എസൈഡ്,
ഞാൻ മാറി ചിന്തിക്കാനായിട്ട്, കാല് മാറി പിടിക്കാനായിട്ട്, ഇങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. എന്താണോ ആ ഭാഗത്തുള്ള മസിൽ ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. അപ്പൊ ആ മസിൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹഗ് ചെയ്യുന്നതിന് മജോറിറ്റി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗം ഈ ഭാഗമാണ്, ആ മസിൽസ് ആണ്. അപ്പൊ ആ മസിൽസ് കൊണ്ട് നമ്മൾ ഹഗ് ചെയ്യുക, എംബ്രേസ് ചെയ്യുക, എന്നൊക്കെ ഉള്ളത് ചെയ്യുന്നത്. അപ്പം ഇതിന് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അത് സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള കോൺഫ്ലിക്ട്സ് ആണ് ആ ഭാഗത്ത് വരുന്നത്. അപ്പം ചേർത്ത് നിർത്തുക, എംബ്രേസ് ചെയ്യുക, ആലിംഗനം ചെയ്യുക, ഇങ്ങനെയുള്ളതെല്ലാം അതിൻ്റെ അകത്ത് വരും. അപ്പൊ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ഹാമർ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഫ്ലെക്സർ മസിൽസ്, അതായത് ഇന്നർ മസിൽസിലേക്ക് നമ്മൾ, ഐ ആം കോൺഫ്ലിക്റ്റഡ് അബൌട്ട് ലൂസിങ് മൈ ടച്ച്. ടച്ച് അല്ല, സ്കിന്നല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, പക്ഷെ ആ മസിലിന്റെ കാര്യം പറയുന്നത്. ഐ ആം മിസ്സിങ് ഹിം, ഐ ആം ലൂസിങ് ഹിം. ഇനി ഔട്ട്സൈഡ് ആണ്, എക്സ്റ്റൻസർ ഏരിയ ആണെങ്കിൽ, ഐ ഡോണ്ട് വാണ്ട്, യു ഗെറ്റ് ലോസ്റ്റ്, യു ഗെറ്റ് എവേ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ആ എക്സ്റ്റൻസർ മസിൽസിൽ ഔട്ട്സൈഡ്, ഇൻസൈഡ് ഫ്ലെക്സർ മസിൽസിലുള്ള അതും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൈ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഡെക്സ്റ്ററിറ്റി എന്ന് പറയും, നമ്മുടെ ആക്ടിവിറ്റി, നമ്മുടെ അല്ലെങ്കിൽ പണസമ്പാദനം, അല്ലെങ്കിൽ ഭക്ഷണം സമ്പാദനം നമ്മുടെ കൈയുടെ ജോലികൾ കൊണ്ടാണ്. ചിലർ ടൈപ്പിസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ വയലിനിസ്റ്റ് ആയിരിക്കും, പിയാനോ വായിക്കുന്ന ആളായിരിക്കും, തബലക്കാരനായിരിക്കും. ഇങ്ങനെ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൈയുടെ മസിൽസിന്റെ. അപ്പൊ അതെനിക്ക് പണം സൂക്ഷിച്ചു വെക്കാം, അല്ലെങ്കിൽ ഒരു 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 നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് സൂക്ഷിച്ചു വെക്കാൻ, ഗ്രാബ് ചെയ്യാൻ, പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള അർത്ഥം. നമുക്ക് അർത്ഥം നമ്മളാണ് അത് കൊടുക്കേണ്ടത്. അതിന്റെ മസിലിന്റെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ലെഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ എസ്കേപ്പ് ചെയ്യുക, മൂവ് ചെയ്യുക, അല്ലെങ്കിൽ മൂവിങ് ഫോർവേഡ്, എസ്കേപ്പ് ഫ്രം, റൺ അവേ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ജോലിയാണ് നമ്മൾ ലെഗ് മസിൽസ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ട്രാപ്പായി, അല്ലെങ്കിൽ ഐ കനോട്ട് എസ്കേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് റൺ ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കോൺഫ്ലിക്റ്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ ട്രാപ്ഡ് ആയി, ഐ കനോട്ട് എസ്കേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പ്രത്യേക വശത്തെ മസിൽസ് പോലും, അതായത് വേസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റിംഗ് ആയിട്ട് മെലിഞ്ഞു പോകുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. ഇതിന്റെ സൈഡ് ബൈ സൈഡ് അതിന്റെ ടെക്നോളജി എനിക്ക് കിട്ടുന്നില്ല. നമ്മൾ ഈ സ്ലൈഡ് കാണാനായിട്ട് സാധിച്ചായിരുന്നോ അനിത? റെസ്പോണ്ട് ചെയ്യാൻ ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് സാറേ. കാണാം. നേരത്തെ കണ്ടില്ലല്ലോ. ആണായിരുന്നു, പക്ഷെ നേരത്തെ ചെറുതായിട്ടാണെന്നേ കാണാമായിരുന്നു. ഉള്ളൂ. ചെറുതായിട്ടാണെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും മോട്ടോർ കോർട്ടെക്സ്. ഇപ്പൊ റൈറ്റ് സൈഡിൽ കാണുന്നതിന് ഹൊമങ്കുലസ് എന്ന് പറയും. അതായത് നമ്മളൊരു ക്രോസ് സെക്ഷൻ പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ ബ്രെയിനിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് രണ്ടാമത്തെ പടത്തിൽ കാണിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, കൺട്രോളിങ് ഏരിയ, അതെല്ലാം അതിൽ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ കോർട്ടെക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് അതിന് മുമ്പുള്ള ഭാഗം പ്രീ മോട്ടോർ, അല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബ് എന്നൊക്കെ പറയും, പ്രീ മോട്ടോർ സെൻസറി കോർട്ടെക്സ് അതിന്റെ തൊട്ട് പുറകിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താലാണ് ഈ റൈറ്റ് സൈഡിലെ പടം കിട്ടുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ കോശങ്ങൾ, അല്ല സോറി, മസിൽസിന്റെയും അറേഞ്ച്മെന്റ്സ് ഫ്രം എബോവ് ഇങ്ങനെ സൈഡിലേക്ക് വരും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് സെറിബ്രൽ മെഡുല്ലയുടെ ഒരു ഒരു ക്രോസ് സെക്ഷൻ. അതിന്റെ തലയുടെ ഭാഗം മുകളിൽ കാണുന്നു, ഷോൾഡർ മുതലുള്ള ജോയിന്റ്സ് കാണുന്നു, വെർട്ടിബ്ര കാണുന്നു. വെർട്ടിബ്ര അല്ല കാണുന്നത്, വെർട്ടിബ്രയെ കൺട്രോൾ ചെയ്യുന്ന സെറിബ്രൽ മെഡുല്ലയാണ് അവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കാഫ് മസിൽ ഒരു വശത്ത് ലെഫ്റ്റ് സൈഡിൽ ഇമാസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. കാഫ് മസിൽ, ലെഗ് മസിൽസ്. അപ്പൊ ലെഗ് മസിൽസിന്റെ എന്റെ ഓൺവേർഡ് ജേർണി, ഓൺവേർഡ് എസ്കേപ്പ് ചെയ്യുക, അതൊക്കെ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഡ്യൂ ടു ലെഫ്റ്റ് സൈഡ്. റൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് റെപ്രസെന്റ്സ് മദർ, അമ്മ കാരണം എന്റെ മുന്നോട്ടുള്ള യാത്ര, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഡെവലപ്മെന്റ് അറസ്റ്റഡ് ആയി എന്ന് തോന്നുന്ന കോൺഫ്ലിക്റ്റിനെയാണ് അത് വരുന്നത്. അല്ലെങ്കിൽ എന്റെ കുട്ടികൾ കാരണം, അങ്ങനെയാണ് എന്റെ കുട്ടികൾ കാരണം എന്റെ മുന്നോട്ടുള്ള ജേർണി, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഡെവലപ്മെന്റ് അറസ്റ്റഡ് ആയി എന്നൊക്കെയുള്ള. ഇത് നമ്മൾ പോളിയോയിലേക്ക് വരാം. പോളിയോ എന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസ് ആയിട്ടാണ് നമ്മൾ ഇതുവരെയും പഠിച്ചത്. അങ്ങനെ ഒരു വൈറൽ ഡിസീസ് അല്ല അതിന്റെ കോസ്. അതെല്ലാം സെൽഫ് ഡിവാലുവേഷനും മോട്ടോർ കോൺഫ്ലിക്റ്റും ഒക്കെ കൂടെ കൂടിയിട്ടുള്ളതാണ്.
ഇത് ഫേഷ്യൽ പാൾസിയുടെ ഒരു പടമാണ്. ഇത് ഞാൻ അതിന്റെ വോക്കൽ കോഡിനെ ബാധിക്കുന്ന കാര്യം, ബ്രോക്കാസ് ഏരിയ, വോക്കൽ കോഡ് ലെവർണിക്സ് ഏരിയ, അതായത് നമ്മുടെ സ്പീച്ച് ആർട്ടിക്കുലേഷൻ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. സൈമൾട്ടേനിയസ് ആയിട്ട് കാണിക്കുന്ന ടെക്നോളജി എനിക്ക് ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ എന്റെ നോട്ട്സ് ആണ് നിങ്ങൾ കാണുന്നത് അല്ലേ? ആണോ അനിത? സാറേ അതെ 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 സാറേ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോട്ട്സ് ഇത് നോട്ട്സ് അല്ലല്ലോ സാറേ, ഇത് ഒരു പ്രിന്റഡ് ആണ്. ചാറ്റ് GPT എന്തെങ്കിലും ആട്ടെ, നമ്മൾ അതിനെയൊക്കെ ആശ്രയിക്കണ്ട എല്ലാ ടെക്നോളജി. നമ്മൾ അല്ല, അത് എങ്ങനെയാന്ന് പറഞ്ഞ. ഇത് ചാറ്റ് GPT ആണ് എന്നെ സഹായിക്കുന്നത്. അത് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം. ഇപ്പൊ നമ്മള് വളരെ ഷോർട്ടായിട്ട് ഈ 1 മണിക്കൂർ കൊണ്ട് അവതരിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അവരുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു എഴുതി നോട്ട് എഴുതി അതൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ എന്നെ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പോയി വായിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇത്രയും കാലം കൊണ്ട് പഠിച്ചത് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്കത് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പൊ ലെഗിന്റെ ജോലി എന്താണ് എന്നുള്ളത് എന്റെ മൂവ്മെന്റ് ആണ്, ഓൺവേർഡ് മൂവ്മെന്റ് ആണ്, ഫോർവേഡ് മൂവ്മെന്റ് ആണ്. അപ്പൊ അതിന് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഐ കൻ നോട്ട് എസ്കേപ്പ്, ഐ കൻ നോട്ട് എന്താ പറയാ, ഞാൻ ഒരു കീപ്പ് അപ്പ് എ വേർഡ്, കീപ്പ് അപ്പ് എ ഡിസ്റ്റൻസ്, കീപ്പ് അപ്പ് എ മൂവ്മെന്റ്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത് ചെയ്യാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ എനിക്ക് ഒരിടത്ത് എത്തിപ്പെടാനായിട്ട് എനിക്ക് ക്ലൈംബ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെയുള്ളു. ഇനി ഇന്ന് എനിക്കൊരു പേഷ്യന്റ് വന്നു, അയാള് ഹീൽ പെയിൻ കൊണ്ടാണ് വന്നത്. അപ്പൊ ഹീൽ പെയിൻ എന്ന് പറഞ്ഞാൽ ടു ക്രഷ് അല്ലെങ്കിൽ ടു കിക്കാണ്. അത് ചെയ്യാനായിട്ടുള്ള ആങ്കർ ഉണ്ട്, ലെഫ്റ്റ് സൈഡാണ്. അപ്പൊ എന്റെ മോളോടുള്ള ആങ്കർ ആണ് പുള്ളിക്കാരൻ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അത് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ബോൺ പെയിൻ, ഹീൽ പെയിൻ മാറിയിട്ട് അത് കാഫ് മസിലിനെയും ലെഗ് പെയിനായിട്ടും ഒക്കെ അത് മാറും. അപ്പോഴത്തേക്ക് അവർ പറയും അത് കാൽഷ്യത്തിന്റെ കുറവാണ് എന്നൊക്കെ പറയും. പക്ഷെ റിയൽ ആയിട്ട് എന്താണ്? ബിക്കോസ് മൈ ഡോട്ടർ ഹാസ് ബിക്കം 20+ ആയി. ഇപ്പം അവൾ ഒന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇതാണ് ആ ആളുടെ മനസ്സിലുള്ളത്. അപ്പൊ എന്താണ്, ഞാൻ എന്റെ കൺട്രോൾ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഐ വാണ്ട് ടു കിക്ക്, പക്ഷെ മോളല്ലേ, ചവിട്ടാൻ പറ്റുമോ, തൊഴിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെയാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പം മോട്ടോർ കോൺഫ്ലിക്ട്സ് ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ കുറച്ച് സമയത്തേക്ക് കാണാൻ പോകും. മോട്ടോർ കോൺഫ്ലിക്ട്സ് മേ ഓക്കർ ഓൺ ബിഹാഫ് ഓഫ്, ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, കോൺഫ്ലിക്ട്സ് ക്യാൻ ബി ഷെയർഡ്. നമ്മുടെ കോൺഫ്ലിക്റ്റ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഡിയർ ആൻഡ് നിയർ വൺസ് ഷെയർ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിയർ ആൻഡ് നിയർ വൺസിന്റെ കോൺഫ്ലിക്ട്സ് നമ്മൾ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ചിലപ്പോൾ സിംറ്റംസ് നമ്മളിലായിരിക്കും ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും നമ്മൾ അമ്മയുടെ കോൺഫ്ലിക്റ്റ് മക്കളുടെ കോൺഫ്ലിക്റ്റ് അമ്മയിലേക്ക്, ഇങ്ങനെ വളരെ പ്രിയപ്പെട്ട റിലേഷൻഷിപ്പിലാണ് ഇത് സംഭവിക്കാറുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ മക്കളും അച്ഛനും അമ്മയും ഒക്കെ, ഇപ്പൊ അച്ഛന്റെ രോഗം എനിക്ക് വരുമോ എന്നുള്ള ചിന്തകളെല്ലാം ഈ പറയുന്ന രീതിയിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഷെയർ ചെയ്യുന്നിടത്താവും. അങ്ങനെയാണ് അനേകം പേരുകൾ ഈ മേഖലയിൽ മസിൽ പാരാലിസിസ് അല്ലെങ്കിൽ മസിലിന്റെ ബൾക്ക് ഇമാസിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അപ്പൊ എന്താണ് എമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലറോസിസ്, അപ്പൊ ചിലപ്പോൾ ഒരു വശം തളരുന്നതായിരിക്കും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്, എവിടെയെല്ലാം മസിൽ ഉണ്ടോ കൺട്രോൾ ചെയ്യുന്ന മസിൽസ്, അത് റൈറ്റ് ഫ്രം ഒരു സ്ട്രോക്ക് ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. പിന്നെ അവർ പറയും ഐ കനോട്ട് സ്വാളോ, അത് കഴിഞ്ഞിട്ട് പറയും ഐ കനോട്ട് ഡൈജസ്റ്റ്. കാരണം ഈ കുറച്ച് കഴിയുമ്പോഴും പല മസിൽസിനെ അത് ഗ്രാജുവലി അറ്റാക്ക് ചെയ്യുകയല്ല, മസിൽസിനെ അത് ബാധിക്കും. കാരണം നമ്മുടെ ഫങ്ഷൻസ്, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, വിഴുങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ തന്നെ ഇമാസിയേഷൻ വരും. അങ്ങനെ ആകുമ്പോഴത്തേക്കും കൂടുതൽ പേടി വരുമ്പോഴത്തേക്കും മറ്റു കോൺഫ്ലിക്ട്സ് അതിന്റെ കൂടെ വരും. ഇങ്ങനെയൊക്കെയാണ് ഒരു ഡെത്ത് ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് നടക്കുന്നത്. എത്രയോ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ എന്റെ പേഷ്യൻസ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും എനിക്ക് GNM അറിയില്ലായിരുന്നു. ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. കുറെ പേര് അത് മനസ്സിലാക്കി ചെയ്യാറുണ്ട്, കുറച്ചു പേര് ഇത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരാറുണ്ട്. കാരണം മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായതുകൊണ്ട് അതിന് ഇന്ന സ്റ്റെറോയിഡ് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ളത് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ കേസും നമ്മൾ സക്സസ് ആയി എന്നല്ല പറയുന്നത്. ഡോക്ടർ ശശി എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ സത്യം പറഞ്ഞാൽ മാത്രം പോരാ, ഈ കേൾക്കുന്നയാൾക്ക് അത് മനസ്സിലാവുകയും അതനുസരിച്ച് മാറ്റാനായിട്ട്, കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ട് ഒരു ശ്രമം അവരുടെ വശത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ ഈ പുതിയ അറിവ് നമുക്ക് ഫലപ്രദമാവും. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്, അതായത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്കുണ്ടാകുന്ന സംഘർഷങ്ങൾ
വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അനുഭവപ്പെടുക. അപ്പൊ അമ്മയുടെ എന്തെല്ലാം സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതെല്ലാം ഈ കുഞ്ഞിന് അനുഭവപ്പെടുക. ഇനി കുഞ്ഞിന് മാത്രമായിട്ടുള്ള കോൺഫ്ലിക്ട്സും വരും. അപ്പൊ അവിടെയും ഐ എം നോട്ട് ഏബിൾ ടു എസ്കേപ്പ്. നിങ്ങൾക്കറിയാമല്ലോ, യൂട്രസ് എന്ന് പറയുന്ന ആ ലിമിറ്റഡ് ആയിട്ടുള്ള വോളിയത്തിന്റെ അകത്ത് ആ കുഞ്ഞിങ്ങനെ വളർന്നു വളർന്നു വരുവാണ്. അതിന് പുറത്ത് ചാടാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ത്രെഡ്സ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. ചിലപ്പോൾ അതെങ്ങനെയാണ്, ഭയങ്കര ശക്തിയുള്ള ശബ്ദം ചിലപ്പോൾ കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള പ്രേരണ നൽകിയേക്കാം. അല്ലെങ്കിൽ കുഞ്ഞു വയറ്റിൽ കിടക്കുമ്പോൾ അച്ഛനും അമ്മയും ഭീകരമായിട്ടുള്ള യുദ്ധം മുറ, അല്ലെങ്കിൽ ഭയങ്കര വാഗ്വാദം, ഭയങ്കര തമ്മിത്തല്ല്, ഫൈറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകാം. അല്ലെങ്കിൽ അമ്മ നിരന്തരം കുഞ്ഞെ അറിയാതെ തന്നെ അമ്മയ്ക്കുണ്ടാകുന്ന പല വിധത്തിലുള്ള സംഘർഷങ്ങൾ, ഭയം, ഇതൊക്കെ നമ്മളെ പെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരാം. ഇങ്ങനെയാണ് നമ്മൾ ധാരാളം കൺജനൈറ്റൽ ആയിട്ടുള്ള മസ്കുലർ ഡിസ്ട്രോഫി, ധാരാളം കേസസ് നമുക്ക് പറയാം. മസ്കുലർ ഡിസ്ട്രോഫി, ഇതെല്ലാം കാരണം കൺജനൈറ്റൽ ഡിസീസ്, ജനറ്റിക് ഡിസീസ് എന്നൊക്കെ അവർ പറയുമ്പോൾ ഇതൊന്നും അല്ല കാരണം. വയറിൽ ആയിരുന്ന സമയത്ത് കുഞ്ഞ് അനുഭവിച്ച സംഘർഷങ്ങളാണ് അങ്ങനെയുള്ള രോഗങ്ങളുടെ എല്ലാം കാരണം. നമ്മളതിനെ കൺജനൈറ്റൽ, ജനറ്റിക്, ഓട്ടോ ഇമ്മ്യൂൺ, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടും. പക്ഷെ GNM പഠിച്ചാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കുട്ടികൾ, നമ്മൾ കോൺസ്റ്റലേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ പല പല കോൺസ്റ്റലേഷൻസ് പഠിക്കും. ഇപ്പോൾ നമ്മൾ മസിലിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് മസിലിലുണ്ടാകുന്ന പാൾസി, സെറിബ്രൽ പാൾസി, ഇങ്ങനെയുള്ളതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. മോട്ടോർ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ മൂവ്മെന്റ്, നടക്കാൻ വയ്യ, ജന്മന നടക്കാൻ ശേഷിയില്ല, മസിൽസ് ഇല്ല, മസിൽസ് ആബ്സെന്റ്, മസിൽസ് വീക്ക്, മസിൽസ് നോട്ട് ഗ്രോൺ ടു ദി സഫീഷ്യന്റ് എന്നൊക്കെ വരുന്ന എല്ലാ കംപ്ലൈന്റുകളും ഡ്യൂറിങ് ദി പ്രഗ്നൻസി പീരീഡിൽ കുഞ്ഞ് അനുഭവിക്കുന്ന സംഘർഷങ്ങളാണ്. അപ്പോൾ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എപ്പോഴും ഓർക്കേണ്ടത് സെക്കൻഡ് ബയോളജിക്കൽ ലോ അനുസരിച്ച് തന്നെയാണ് സെല്ലുലാർ ഡിപ്ലീഷൻ അല്ലെങ്കിൽ സെല്ലുലാർ ലോസ് അല്ലെങ്കിൽ സെൽ നെക്രോസിസ്. ഇനി ഡ്യൂറിങ് ഹീലിംഗിൽ നമ്മളത് പറയും. ഹീലിംഗിൽ എന്താണ് സംഭവിക്കുന്നത്, അത് രണ്ട് രീതിയിൽ വരാം. ചിലപ്പോൾ ഭയങ്കരമായ ട്യൂമർ ലൈക്ക് നോട്ട്സ് ഇൻ ദി മസിൽസ് ചിലപ്പോൾ ഉണ്ടാവും. നോട്ട്സ് മീൻസ് കെട്ടുകൾ, വലിയ ബണ്ടിൽസ് ഓഫ് തിക് മസിൽസ് ചിലപ്പോൾ മസിൽസിൽ ഉണ്ടായേക്കാം. അതും അതിന്റെ ഹീലിംഗ് ഫേസ് ആണ്. പലപ്പോഴും അതിന്റെ മോട്ടോർ കോൺഫ്ലിക്ട്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ മോട്ടോർ കോർട്ടെക്സിന്റെ കേസിൽ വരുമ്പോൾ പാരാലിസിസ് വരുന്നതിന്റെ കാരണം റെഡ്യൂസ്ഡ് നെർവ് ഇമ്പൾസ് എന്നൊക്കെ പറയും. പക്ഷെ അതിലെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് ഡീവാലുവേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മസിൽ വീക്ക്നെസ്സും വരാം, മസിൽ പാരാലിസിസും വരാം. മസിൽ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മസിൽ ബൾക്കും, മോട്ടോർ പാരാലിസിസ് എന്ന് പറയുമ്പോൾ മസിൽ പാരാലിസിസ് മൂവ്മെന്റുമാണ് നമ്മളിവിടെ പരിഗണിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ബയോളജിക്കൽ പർപ്പസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ വളരെ ഉപകാരപ്രദമാണ്. അതായത് ബയോളജിക്കൽ ലെവലില്, അനിമൽ വേൾഡില്, അല്ലെങ്കിൽ ഇപ്പൊ ജംഗിളില്, കാട്ടില്, അല്ലെങ്കിൽ അനിമൽ വേൾഡ്, കാട് മാത്രമല്ല, മറ്റ് ഫിഷ് ആയാലും സ്നേക്ക് ആയാലും ഇതൊക്കെ എല്ലാ കേസുകളിലും ദി ദി പ്രേ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇര ഒരു പ്രത്യേക ഫിസിക്കൽ ആറ്റിറ്റ്യൂഡ് അഡോപ്റ്റ് ചെയ്യും ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ദി പ്രിഡേറ്റർ. അപ്പം അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അനിമൽ വേൾഡിൽ എടുക്കുന്ന ഒരു സൂത്രപ്പണിയാണ്, അതായത് ലൈയിങ് ആസ് ഇഫ് ഡെഡ്. അത് തന്നെയാണ് നമ്മളുടെ ബയോളജിയിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഡോക്ടർ ഹാമർ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു സിംഹക്കൂട്ടില് ഒരാൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചത്ത പോലെ കിടന്നു കഴിഞ്ഞാൽ ഒരു സിംഹവും വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ഫോറസ്റ്റ് ഓഫീസർ അയാൾ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു ആന അല്ലെങ്കിൽ സിംഹം അങ്ങനെയുള്ള ഭീകര അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അവരെ പ്രകോപിപ്പിക്കും. ദെൻ അവർ വിചാരിക്കും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമോ. അതേസമയം ഡെഡ് ആയിട്ട് കിടന്നാൽ, ചത്ത പോലെ കിടന്നാൽ അവരെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും. കാരണം അപ്പൊ ഈ എസ്കേപ്പിംഗ് മെക്കാനിസമാണ് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ഡോക്ടർ ഹാമറുടെ വളരെ വിലപ്പെട്ട കണ്ടുപിടുത്തം. അപ്പോൾ പ്ലേയിങ് ഡെഡ്, അതായത് ചത്ത പോലെ അഭിനയിച്ച് കിടക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഇതൊരു പ്രിമിറ്റീവ് സർവൈവൽ റിഫ്ലെക്സ് ആണെന്നാണ് ഡോക്ടർ ഹാമർ. ഇതെല്ലാ അനിമൽസും എടുത്ത് ഉപയോഗിക്കുന്നതാണ് പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്.
അവര് ഉപയോഗിക്കുന്ന സൂത്രപ്പണിയാണ്. ഇത് തന്നെയാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഭാഗം ആയാലും മൊത്തത്തിലായാലും നമ്മൾ പലപ്പോഴും പാരാലിസിസിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കും. ഈ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഒത്തിരി കാലം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാരാലിസിസ്, ഫോർ എക്സാമ്പിൾ മോട്ടോർ കോൺഫ്ലിക്ട്സ് ആണ് സ്ട്രോങ് ആയിട്ട് നമ്മളെ ബാധിക്കുന്നത്, അത് നീണ്ടു നിൽക്കുവാണെങ്കിൽ നമുക്ക് പാരാലിസിസ് വരും. ഇനി സെൽഫ് കോൺഫിഡൻസ്, അതായത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ് ലോങ് ടൈം നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഈ വേസ്റ്റിങ്ങും വരും. അപ്പൊ ഇത് രണ്ടും വരുന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പെൽവിക് ഫ്ലോർ, അതായത് ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ പ്രൊട്രൂഷൻ ഓഫ് ദി അല്ലെങ്കിൽ എന്താ പറയുക റെക്ടൽ പ്രൊലാപ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിന്റെ നമ്മൾ മസിലിനെ കുറിച്ച് പറയുമ്പോൾ ഐ ആം നോട്ട് ഓക്കെ ദർ, എൻ്റെ മസിൽ ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് യൂറിൻ കൺട്രോൾ ഇല്ല, ഇങ്ങനെയുള്ള എല്ലാ സെൽഫ് ഡീവാലുവേഷനും വരുന്നത് ഒരിക്കൽ മൂത്രം അറിയാതെ പോയി, പിന്നെ ഭയങ്കര പേടിയായി, ടെൻഷനായി, ഐ ആം നോട്ട് ഓക്കെ ദർ. ഒരിക്കൽ മലം അറിയാതെ പോയി, അപ്പോൾ ആകെ പേടിയായി, ഐ ആം നോട്ട് ഓക്കെ ദർ. ഒരു ദിവസം സെക്സ് ഇന്റർകോഴ്സിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ടൈം കിട്ടിയില്ല, പെട്ടെന്ന് ഈസി ഇജാക്കുലേഷൻ ആയി, പിന്നെ കോൺഫിഡൻസ് പോയി, ഐ ആം നോട്ട് ഓക്കെ ദർ. ഇങ്ങനെ എവിടെയെല്ലാം സ്പിൻഡറുകളും മസിൽസും നമ്മുടെ ബോഡിയിലുണ്ട്, ഇവിടെയെല്ലാം നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ സെൽഫ് ഡീവാലുവേഷൻ ബാധിക്കാൻ പറ്റും. അത് തന്നെയാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിലൊക്കെ പറ്റുന്നത്. ഒരു ദിവസം ഫെയിൽ ആയി കഴിഞ്ഞാൽ സം പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് ഓ മൈ ഗോഡ്, മൈ ലൈഫ് ഈസ് ഗോൺ, ഇനി എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നി ഡൗൺ ആകുന്ന ധാരാളം പേരുണ്ട്. അതാണ് സെൽഫ് ഡീവാലുവേഷൻ അങ്ങനെയുള്ളവരെ ബാധിക്കുന്നത്. അപ്പൊ ലോങ് ടൈം ആക്ടിവിറ്റിയോട് കൂടി ഇങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് വളരെ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. മോട്ടോർ കോൺഫ്ലിക്ട്സ് ചിലപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് മിക്കവാറും കേസിൽ ഈ പാരാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ അട്രോഫി ഉണ്ടാകും. അപ്പം അട്രോഫിയുടെ കാര്യം ഞാൻ പറഞ്ഞു, സെൽഫ് ഡീവാലുവേഷൻ. മോട്ടോർ കോൺഫ്ലിക്ട്സ് ആണ് പാരാലിസിസ് ഉണ്ടാക്കുന്നത്. അപ്പൊ മോട്ടോർ കോർട്ടെക്സ് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ സ്റ്റക്ക് ഫീലിംഗ്, ഐ എം നോട്ട് ഏബിൾ ടു മൂവ്, ഐ എം നോട്ട് ഏബിൾ ടു എസ്കേപ്പ്, ഐ എം നോട്ട് ഏബിൾ ടു ക്ലൈംബ്, ഐ എം നോട്ട് ഏബിൾ ടു റീച്ച് അപ് ടു, അല്ലെങ്കിൽ ഐ എം നോട്ട് ടു കീപ് മൈ പ്രോമിസ് എന്നൊക്കെയുള്ള ധാരാളം സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്ട്സ് വരാം. ഇതിന് പല പേര്, നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം സ്കിന്നൊക്കെ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിന് എക്സിമ എന്ന് പറയും, എന്താ പറയണ്ട എട്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. ഇങ്ങനെ ധാരാളം പേരുകളിൽ സ്കിൻ കംപ്ലൈൻസ് പറയുന്ന എല്ലാം ഒന്ന് തന്നെയാണ്, ഡെർമിസ്, എപ്പിഡെർമിസ്. ഡെർമിസ് ആണെങ്കിൽ നമുക്കറിയാം അറ്റാക്ക് കോൺഫ്ലിക്ട്, ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്ട്, എപ്പിഡെർമിസ് ആണ് സെപ്പറേഷൻ. ഇതുപോലെ തന്നെയാണ് ഞാൻ ഈ മസിലിന്റെ കാര്യം രണ്ട് കോൺഫ്ലിക്റ്റ് പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാ രോഗങ്ങളും, അതായത് നമ്മൾ ധാരാളം രോഗങ്ങളുടെ പേര് കേട്ടിട്ടുണ്ട്. പോളിയോ എന്ന് പറഞ്ഞാൽ അതാണ്, അതിന് മസിൽ അല്ല വൈറസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ALS, എമൈട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ്, അല്ലെ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, പോളിയോയ്ക്ക് പുതിയൊരു പേര് കൊടുത്താണ്. സംഗതി എല്ലാം ഒന്ന് തന്നെ അവർക്ക് അറിയത്തില്ല. അത് ഗില്ലൻ ബേരി സിൻഡ്രോം, അല്ലെ പാർക്കിൻസൺ, അതിനകത്തൊരു ട്രെമർ എപ്പിലെപ്റ്റോഡ് ക്രൈസിസും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലിംസ് ട്രെമർ ചെയ്യുമ്പോഴാണ് പാർക്കിൻസൺ എന്ന് വിളിക്കുന്നത്. അല്ലാതെ പാർക്കിൻസൺ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം ബയോളജിക്കൽ കോൺഫ്ലിക്റ്റിന്റെ പ്രോഗ്രാം ആയിട്ടാണ് GHK കണ്ടുപിടിക്കുന്നത്. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് മാത്രം അല്പം വിശദീകരിക്കുകയാണെങ്കിൽ അതിന്റെ സിംറ്റത്തിന്റെ അകത്തൊരു വീക്ക്നെസ് ഉണ്ട്. വീക്ക്നെസ് മേ സ്റ്റാർട്ട് ഫ്രം എനിവേർ. ചിലപ്പോൾ ഫേഷ്യൽ പൾസിയോടുകൂടി ആയിരിക്കും തുടങ്ങുക, അല്ലെങ്കിൽ ഡിഗ്ലൂട്ടീഷ്യൻ മസിൽസ് ആയിരിക്കും സ്വാളോ ചെയ്യാനായിട്ട്, എനിക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ത്രോട്ടിൽ സ്റ്റക്കായിട്ട് തോന്നുന്നു, ഇങ്ങനെയുള്ള സിംറ്റംസ് ആയിരിക്കും അയാളെ ഭയപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു ഡയഗ്നോസിസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യം മുഴുവൻ പോക്കായി, പിന്നെ അയാൾ പേടിക്കാൻ തുടങ്ങി. കാരണം അവള് ഗൂഗിളിൽ പോയി നോക്കും വാട്ട് ഈസ് MS, വാട്ട് ഈസ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്നൊക്കെ പറയും. ഇതിന്റെ വിശദീകരണമായിട്ട് അവർ പറയുന്നത് ഡീമയലിനൈസേഷൻ ആണ്. ഡീമയലിനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് അറിയാം, അല്ലെ മെഡിക്കൽ സ്റ്റുഡൻസിന് അറിയാം, എല്ലാ നെർവ്സിനും നമ്മുടെ ഒരു ഇലക്ട്രിക് വയർ പോലെ അതിനൊരു വയറിങ്ങിന്റെ ഒരു ഇൻസുലേഷൻ ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ദി പ്ലാസ്റ്റിക് കോട്ടിംഗ് ഓവർ ദി മെറ്റൽ സ്ട്രിങ്, അല്ലെങ്കിൽ മെറ്റൽ വയർ, അതിനെ കവർ ചെയ്യുന്നതാണ്. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട്, ഇതാണ് ഇൻസുലേഷൻ ആണ്. ആക്ച്വലി ഇമ്മീഡിയറ്റ്ലി ന്യൂറോൺസിന് ഡാമേജ് ഒന്നും വരത്തില്ല. സോ ന്യൂറോൺസ് ക്യാൻ കണ്ടിന്യൂ ഇറ്റ്സ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ അതിനെ പഴയ രീതിയിലേക്ക് വരാം. പക്ഷെ ആ മയലിനൈസേഷൻ എന്ന് പറയുന്നത് ഡാമേജ് ആകും ഇമ്മീഡിയറ്റ്ലി ഓൺ ആൻ അറ്റാക്ക് ഓഫ് എ കോൺഫ്ലിക്റ്റ്. അപ്പൊ അത് റിട്ടേൺ ചെയ്തു വരുന്ന കാര്യമാണ്. അങ്ങനെയാണ് എല്ലാ പാരാലിസിസും. ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദി ഷോ. അത് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമുക്ക് ആ കോൺഫിഡൻസ് രോഗിക്ക് കൊടുക്കാൻ പറ്റും.
ഒരു 5 വർഷമായിട്ടുള്ള പാരാലിസിസ് ഉള്ള ഒരു കേസ് വിത്ത് ട്രെമറാണ്. അയാൾക്ക് നടക്കത്തില്ല, 3-4 പേര് സംഘടിപ്പിച്ചാൽ മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കേസ് ഇന്ന് വന്നു. അപ്പൊ മുഴുവനും കാരണം അയാൾ സ്റ്റക്ക് ആയിരിക്കുവാണ്. കാരണം അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി, അമ്മയുടെ ജീവിതത്തിൽ ഒരു പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട്. ഇത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇയാളാണ് മൂത്തയാള്. ഇളയവർക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് ഇല്ല. കാരണം വീതിക്കാൻ പോയി കഴിഞ്ഞാൽ, പാർട്ടീഷൻ നടത്തി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാൾ നീട്ടി 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 വെച്ചിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് അയാൾ പെട്ട് കിടക്കുകയാണ്. അയാൾക്ക് ഈ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വളരെ കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഈ പാരാലിസിസ് വരുന്നത്. അപ്പൊ ഇത് ഓർത്തേക്ക്, ഗ്ലയ അല്ലെങ്കിൽ ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഗ്ലൂ എന്ന് പറയുന്നത്. അപ്പം ഈ മൈലിന്റെ ഡീമൈലിനൈസേഷൻ ആണ് പലപ്പോഴും അതിന്റെ പത്തോളജി ആയിട്ട് അവർ പറയുന്നത്. പക്ഷെ അതുമായിട്ടൊന്നും ബന്ധമില്ല എന്നുള്ളത് നമ്മൾ GNM പഠിക്കുമ്പോൾ, GSK പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇപ്പൊ ഒരു വളരെ സീരിയസ് ആയിട്ടാണ് MS അല്ലെങ്കിൽ ALS എന്ന് പറയുന്നത്, അപ്പൊ ആ രോഗം എൻ്റെ അച്ഛനുണ്ടായിരുന്നു അല്ലെ എൻ്റെ അച്ഛനുണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ ഭയത്തിൽ ആക്കാനായിട്ടുള്ള സാധ്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റക്കാകും, മോട്ടോർ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും, പിന്നെ ഗ്രാജുവലി പാരാലിസിസ്, വേസ്റ്റിങ്ങും ഉണ്ടാകും. അപ്പോ ഹീൽ ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അത് മോട്ടോർ കോൺഫ്ലിക്റ്റ് ആയാലും ഹീൽ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇതും രണ്ടിനെയും ബാധിക്കുന്നതാണ്. മോട്ടോർ കോൺഫ്ലിക്റ്റിന്റെ പരിണതഫലമായിട്ട് ഉണ്ടാകുന്ന ഹീലിംഗ് ആണെങ്കിൽ അത് ട്രെമർ ഉണ്ടാകും. എപ്പിലെപ്റ്റോഡ് ക്രൈസിസിൽ ട്രെമർ, ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിലെപ്സി എന്ന് നമ്മൾ വിളിക്കുന്നത്, അത് ജനറലൈസ്ഡ് ആണെങ്കിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ കൈ മാത്രമായിട്ട്, കഴുത്ത് മാത്രമായിട്ട്, അല്ലെങ്കിൽ വിരൽ മാത്രമായിട്ട്, ഇങ്ങനെ പലതിനും പല പേരിൽ നമ്മൾ പേര് വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഹീലിംഗ് ഫേസ് ആണ്. ഹീലിംഗ് ഫേസിലാണ് നമുക്ക് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പിലെപ്സി ഉണ്ടാകും. ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി അവിടെ സ്റ്റിഫ്നെസ് ആണ് ഉണ്ടാകുന്നത്. അത് റിലീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിംറ്റംസ് കൂടുതലുമായിട്ട് ഉണ്ടാകുന്നത്. ഈ ബൾക്ക് ഓഫ് ദി മസിൽസ്, അല്ലെ മസിൽ ചിലപ്പോൾ അതിന്റെ ഈ നോട്ട്സ് ആയിട്ട് കെട്ടായിട്ട് കിടക്കുമ്പോഴത്തേക്കും അത് ട്യൂമർ ആണ്, അല്ലെങ്കിൽ അത് ക്യാൻസർ ആയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മസിൽ സാർക്കോമ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ ട്യൂമർ എന്നൊക്കെ വിളിക്കുന്ന കണ്ടീഷൻസ് ഉണ്ടാകും. ഓഫ് കോഴ്സ് ഈ മസിലില് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ ഒരു ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകുമ്പോഴും വേദന വരാം, ഹീലിംഗ് ഫേസിലും വരാം. അപ്പൊ ഹോട്ട് പെയിൻ, കോൾഡ് പെയിൻ എന്നൊക്കെ നമ്മൾ അറിയും. പക്ഷെ ഹോട്ട് പെയിൻ ആണ് മസിൽ ഹീലിംഗിൽ ഉണ്ടാകുന്നത്. കോൾഡ് പെയിൻ ആണ് പലപ്പോഴും നമ്മൾ മസിലിനായിരിക്കും വേദന ഉണ്ടാകുന്നത്, പക്ഷെ അവിടെ ഈ ഹീറ്റ് എലമെന്റ് ഇല്ലെങ്കിൽ പലപ്പോഴും അത് നമ്മൾ വാദം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ അത് പെരിയോസ്റ്റിയം പ്രോഗ്രാം, പെരിയോസ്റ്റിയം ഇറ്റ് ഈസ് ദ കവറിങ് ഓഫ് ദി ബോൺ, സംശയമില്ല. പക്ഷെ ഇറ്റ് ഈസ് ദ പ്രിമിറ്റീവ് സ്കിൻ. അതുകൊണ്ട് അതിനൊരു കവറിങ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിന്റെ നംനെസ്, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് നംനെസ് എന്ന് പറയുന്ന ഫീലിംഗ് വരുന്നത് അതിന്റെ കൂടെ. അപ്പം വാദം എന്ന് പറയുന്നതിന്റെ അകത്ത് തരിപ്പ് തോന്നുന്നു പറയും, അവിടെ വേദന ഉണ്ടാവും. ഇതെല്ലാം അതിന്റെയാണ്. വളരെ കോമൺ ആയിട്ടുള്ള വേറൊരു കംപ്ലൈന്റ് ആണ് ഫൈബ്രോമയോൾജിയ. ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം മുഴുവൻ ഇടിച്ചു നുറുക്കിയ പോലെ വേദനയാണ്. അപ്പൊ അതിന്റെ അകത്ത് അതായത് ഫൈബ്രസ് എന്താ പറയുന്നത്, സ്കെൽറ്റൽ മസിൽസ് എല്ലാം നെർവ് ഫൈബേഴ്സ് ആണ്. അപ്പൊ അതിന് അവർ കൊടുത്തിരിക്കുന്ന കൺവെൻഷണൽ മെഡിസിൻ കൊടുത്തിരിക്കുന്ന പേരാണ്, നിങ്ങളുടെ രോഗം ഫൈബ്രോമയാൾജിയാണ്. അപ്പൊ ഫൈബ്രോമയാൾജിയ വീണ്ടും ഗൂഗിളിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് ക്യൂർ ഇല്ല, അതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറയും. ആക്ച്വലി എന്താണ്, സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അതിന്റെ ഹീലിംഗ് സ്റ്റേജിലാണ് ആ പറയുന്ന വേദനയുണ്ട്. അപ്പൊ പ്രൊലോങ്ഡ് ഹീലിംഗ് ഓഫ് എ ജനറലൈസ്ഡ് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ്. ഇനി നമ്മുടെ സ്കെൽറ്റൽ മസിൽസിനെ നമ്മൾ 2 സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അതനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതായത് ഇപ്പൊ കൈ മുതൽ അപ്പർ ആം അല്ലെങ്കിൽ ആം സെഗ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അകത്ത് തമ്പ് അല്ലെങ്കിൽ റിസ്റ്റ്, റേഡിയസ് അൾന, അപ്പൊ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിനെ കവർ ചെയ്യുന്ന സ്കെൽറ്റൽ മസിൽസ് എല്ലാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൽബോ, ഹ്യൂമറസ്, ക്ലാവിക്കിൾ, സ്കാപ്പുല, ഇങ്ങനെ ഓരോ നമ്മൾ മസിലിന്റെ പേര് അല്ല ബോണിന്റെ പേരിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയുമ്പോൾ ആ ബോണുമായിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള മസിൽസിന് ഒക്കെ നമുക്കൊരു അപ്പർ സെഗ്മെന്റ് അല്ലെങ്കിൽ ആം സെഗ്മെന്റ് എന്നും, താഴെയുള്ള കാര്യങ്ങൾ അതായത് ബോൺ, ഫുട്ട്, ടിബിയ, ഫിബുല, നീ, ഫിമർ,
ഇത് നമുക്ക് ലോവർ സെഗ്മെന്റ് അല്ലെങ്കിൽ ലെഗ് സെഗ്മെന്റ് എന്ന് നമുക്ക് പറയാം. എപ്പിലെപ്റ്റോഡ് കേസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് എപ്പിലെപ്സി എന്ന് പറഞ്ഞ് ഹോമിയോപ്പതി ഡോക്ടേഴ്സും മെഡിക്കൽ ഡോക്ടേഴ്സും എല്ലാം വിചാരിച്ചിരിക്കുന്നത് അത് മസിലിന്റെ ഹീലിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഹീലിംഗ് ക്രൈസിസ് ആണ്, അല്ലെങ്കിൽ എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഒരു വ്യക്തി സ്റ്റക്ക് ആയിപ്പോയി, പെട്ടുപോയി, അതിൻ്റെ അകത്ത് എനിക്ക് രക്ഷയില്ല, എനിക്ക് പുറത്തു കിടക്കാൻ പറ്റത്തില്ല, അതിൻ്റെ അകത്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് അതിൻ്റെ അകത്ത് രക്ഷപ്പെടാനായിട്ടുള്ള മാർഗം ഉണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് തോന്നുന്നിടത്താണ് ഹീലിംഗ് തുടങ്ങുന്നത്. പക്ഷെ ഹീലിംഗ് പെട്ടെന്ന് അങ്ങോട്ട് അയാൾ നോർമലായിട്ട് വാക്ക് ചെയ്യുകയല്ല. അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഹീലിംഗ് സ്റ്റേജിലാണ് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ എപ്പിലെപ്സി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ മസിലിലും ഉണ്ടാകുന്ന ട്രമ്മർ, സീഷർ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം എന്താണ്, നമ്മുടെ റൈറ്റ് സൈഡ് മാത്രമാണ് അഫക്റ്റഡ് ആയത്, അല്ലെങ്കിൽ റൈറ്റ് ആം ആണ് അഫക്റ്റഡ് ആയത്, അല്ലെങ്കിൽ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റക്ക് ഫീലിംഗ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ ഞാൻ നേരത്തെ നമ്മൾ പല പ്രോഗ്രാമിലും പറഞ്ഞതാണ്, നമ്മുടെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആകുന്ന അല്ലെങ്കിൽ DHS വരുന്ന ഉടനെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ അകത്ത് കറസ്പോണ്ടിങ് ഏരിയയിൽ നമ്മളൊരു HH ഹാമർ ഫോക്കസ് ഉണ്ടാകുകയാണ്. അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയ ഉള്ള ഒരു കോൺസെൻട്രിക് സർക്കിൾ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ബോഡി ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ മെക്കാനിസംസ് ടു ഹീൽ. അപ്പൊ അതെങ്ങനെയാണ്? അപ്പൊ ഈ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഈ പറയുന്ന കോൺസെൻട്രിക് സർക്കിൾ ഉണ്ടാകുന്നത് അത്രയും ഭാഗത്തെ ഡീമൈലിനൈസേഷൻ അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് നശിച്ചുകൊണ്ടാണ്, ഡിസ്ട്രക്ഷൻ. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ബി റീപ്ലേസ്. അപ്പൊ റീപ്ലേസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്നത്. സോ ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില പിടിച്ചൊരു അറിവ് എന്താണ്? ഹീലിംഗ് ഓൾവേസ് ടേക്സ് പ്ലേസ് ഇൻ ദി ഫ്ലൂയിഡ് മീഡിയം. അപ്പൊ അത് ബ്രെയിനിലാണെങ്കിൽ നമ്മുടെ ബോഡി ടിഷ്യൂയിൽ എവിടെയായാലും ഹീല് ചെയ്യുന്നിടത്തൊരു സ്വെല്ലിംഗ് ഉണ്ടാവും, അത് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും, അത് കിഡ്നിയാണ് മീഡിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ബ്രെയിനിന്റെ അകത്തുണ്ടാകുന്ന ആ ഒരു എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എക്സ്പെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു മെക്കാനിസമാണ് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ്. ഇത് എത്ര വേണേലും വിശദമായിട്ട് ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങളോടുകൂടി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ധാരാളം വായിച്ചും പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് സമയമില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ബ്രെയിൻ ഇഡിമ, ബ്രെയിനിന്റെ അകത്തുള്ള നീർക്കെട്ട് റിലീസ് ചെയ്യുന്ന മെക്കാനിസമാണ് എപ്പിലെപ്സി. അതുകൊണ്ട് അതൊരിക്കലും ഒരു വൈറ്റൽ ഒരു ഇഷ്യൂ അല്ല, അല്ലെങ്കിൽ ഒരു ഫേറ്റൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. അത് നമ്മളെ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ മരിപ്പിക്കാനോ ഉള്ള ഒരു സംഗതി ഒന്നുമല്ല. അപ്പം ചെറിയൊരു സ്പാസം ആണെങ്കിലും, കൺവെർഷൻ ആസ് എ ഹോൾ ആണെങ്കിലും, ടീച്ചിങ്, ചിലർക്ക് ഒരു ഫേഷ്യൽ ടീച്ചിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്റ്റോണിയ എന്നൊക്കെ പറയും, നമുക്ക് ഒരു ഒരു ഇതെല്ലാം ഇതിന്റെ ഹീലിംഗ് ഫേസ് ആണ്. പക്ഷെ എന്തുകൊണ്ട് അത് നീണ്ടു 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 പോകുന്നു? ബിക്കോസ് ഇറ്റ്സ് എ ഹാങ്ങിങ് കോൺഫ്ലിക്ട്, അല്ലെങ്കിൽ ഹാങ്ങിങ് ഹീലിംഗ്. അത് പെർമനന്റ് ആയിട്ട് ഹീലായിട്ട് പോകുന്നില്ല. നമുക്ക് സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഈ മൂവ്മെന്റ് ഇൻഡിക്കേറ്റ് ദ റെസ്റ്റോറേഷൻ ഓഫ് ദി മോട്ടോർ ഫങ്ഷൻ. അപ്പൊ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിഭാസം അല്ല എന്നും, അത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പിലെപ്സി ആയാലും ഏത് അപസ്മാരം എന്നോ ഏത് പേരിൽ അറിയപ്പെട്ടാലും, ട്വിച്ചിങ് എന്നോ സ്പാസം എന്നോ എന്താ ഏത് പേരിലാണെങ്കിലും അത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാകുമ്പോൾ നമുക്ക് അതിനോട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ റെസ്റ്റോറേഷൻ ഓഫ് ദി മോട്ടോർ ഫങ്ഷൻ ഓഫ് ദി കറസ്പോണ്ടിങ് ഏരിയ. ഇവിടെ നമ്മൾ ഒന്നുകൂടെ വിശദമായിട്ട് എപ്പിലെപ്റ്റിക് സീഷേഴ്സ് എന്ന് പറയുന്ന കൺവേർഷനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയുകയാണ്. അത് പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ടോണിക്, ക്ലോണിക്, സീഷേഴ്സ്, ഇങ്ങനെയുള്ള രീതിയിലാണ്. അതെല്ലാം ഹീലിംഗ് ഫേസ് ആണ്. ഹീലിംഗിന്റെ ഇടയ്ക്കുള്ള എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഫോക്കൽ സീഷർ. ഫോക്കൽ സീഷർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു മസിലിന് മാത്രം ഉണ്ടാകുന്ന സീഷറിനെയാണ്, അല്ലെങ്കിൽ കൺവേർഷനാണ് നമ്മളത് പറയുന്നത്. ജനറലൈസ്ഡ് ഇഫ് ദി ബോഡി ആസ് എ ഹോൾ വിൽ ബി ഇൻവോൾവ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് തന്നെ എന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും. പലപ്പോഴും എന്തുകൊണ്ടാണ് അത് ഹീൽ ചെയ്യാനായിട്ട് താമസിക്കുകയും നീണ്ടു വരികയും ചെയ്യുന്നത്? അപ്പൊ അതൊരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക ഓർമ്മ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഹാമർ ഫോക്കസ് ഉണ്ടായ, അല്ലെങ്കിൽ DHS ഉണ്ടാക്കിയ
ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുവാണെങ്കിൽ, ഇറ്റ് മേ ബി ആൻ എൻവയൺമെന്റ്, ഇറ്റ് മേ ബി എ സീസൺ, ഇറ്റ് മേ ബി എൻ ഇൻഡിവിജ്വൽ, ഇറ്റ് മേ ബി എ ലൊക്കേഷൻ. അപ്പൊ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്കതിനെ കുറിച്ച് ഓർമ്മകൾ വരുമ്പോൾ വീണ്ടും റീപ്ലേ ഓഫ് ദി സെയിം പ്രോഗ്രാം. അതിനാണ് നമ്മൾ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ്, പല പേരിൽ നമ്മൾ ക്രോണിക് ഡിസീസ് എന്ന് ഹോമിയോപ്പതിയിൽ നമ്മൾ പഠിക്കുന്നതിന്റെ എല്ലാം കാരണം ഇതാണെന്നാണ് ഡോക്ടർ ഹാമർ പറയുന്നത്. ക്രോണിക് കേസിന് ഹോമിയോപ്പതി ഡോക്ടർക്ക് അറിയാം മ്യാസം ഈസ് ദി ഫണ്ടമെന്റൽ അല്ലെങ്കിൽ causation of it. But why at that particular time? Why at that particular part of the body? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന GNM പഠിച്ചേ മതിയാവും. ഇപ്പൊ ചിലപ്പോൾ എൻവയൺമെന്റ് ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇമോഷണൽ ട്രിഗർ, അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം നമ്മളെ ഇമോഷണലി ട്രിഗർ ചെയ്യിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സെൻസേഷൻ, ദി സെയിം വേ ഓഫ് ടച്ച്, സെയിം വേ ഓഫ് ഹഗ്, സെയിം വേ ഓഫ് കിസ്സിങ്, അല്ലെ സെയിം വേ ഓഫ് ബിഹേവിയർ. ഇതെല്ലാം നമ്മളെ അതേ പ്രോസസ്സ് ട്രിഗർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ഈ എല്ലാ സീഷേഴ്സിന്റെ കൂടെ കോൺഷ്യസ് ആകുന്ന സീഷേഴ്സ് ഉണ്ട്, കോൺഷ്യസ് അല്ലാത്തതുണ്ട്. അപ്പൊ കോൺഷ്യസ് അല്ലാത്ത പല കേസുകളിൽ നമുക്കൊരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റും കൂടെ അതിനൂടെ ഉള്ളപ്പോഴാണ് നമുക്ക് ആ ഫെയിന്റ് ആവുക, അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഔട്ട് ആകുക, എങ്ങനെയൊക്കെയുള്ള കോൺഷ്യസ് അല്ലാതെ പോവുക, ഫെയിന്റ് ആയിട്ട് വീഴുക എന്നൊക്കെ പറയും. എന്താണ് ഫിബ്രൈൽ സീഷേഴ്സ്, അല്ലെ പനിയോട് കൂടിയിട്ടുണ്ടാകുന്ന ഫിറ്റ്സ് എന്ന് വളരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന, അത് പലപ്പോഴും പനി ഉണ്ടാകുന്നതിന്റെ കാരണം വേറെ ആയിരിക്കും. ചിലപ്പോൾ മറ്റ് പ്രോഗ്രാംസ് ആയിരിക്കും, ത്രോട്ട് പ്രോഗ്രാം ആയിരിക്കും, ചിലപ്പോൾ സ്കിൻ പ്രോഗ്രാം ആയിരിക്കും, ഇൻഡസ്റ്റൈൻ പ്രോഗ്രാം ആയിരിക്കും, ഇയർ ഇൻഫെക്ഷൻ, അങ്ങനെ പലതും പറയും. പക്ഷെ എന്തുകൊണ്ട് അതിന്റെ കൂടെ ഫിറ്റ്സ് വരുന്നു? അപ്പൊ ഫിറ്റ്സ് വരുന്നതിന്റെ കാരണം പലപ്പോഴും അതിന്റെ കൂടെ ഒരു സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റോ, അല്ലെങ്കിൽ മോട്ടോർ കോൺഫ്ലിക്റ്റ് ആണല്ലോ റിലീസ് ചെയ്യുമ്പോൾ ഈ ഹീലിംഗ് വരുന്നത്. അതുകൊണ്ട് അതിലൂടെ സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു കുട്ടി അതിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ മൂവ്മെന്റ്, കുട്ടിയുടെ ആക്ടിവിറ്റീസിനെ വഴക്ക് പറഞ്ഞു, ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നാളെ സ്കൂളിൽ പോകാൻ പറ്റത്തില്ലല്ലോ, എന്റെ മോട്ടോർ മൂവ്മെന്റ് ആണ്, സ്കൂളിൽ പോവുക, അല്ലെ യാത്ര പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് എല്ലാം കൂടെ ഒരു മൂവ്മെന്റും കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് പനി അവിടെ ഉണ്ടാകും. അതിന്റെ കൂടെ നമുക്ക് ഈ പറയുന്ന അൺകോൺഷ്യസ് ആകുന്ന, ഫീവർ ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഫീവറും അപസ്മാരവും ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പറയുന്നത്, അയ്യോ ആ കുട്ടിക്ക് പനി വന്നാൽ അവന് ഫിറ്റ്സ് ഉണ്ടാവും. അപ്പൊ എന്താണ് ഫിറ്റ്സിന്റെ കാരണമെന്ന് നമുക്കറിയില്ല. നമ്മളെയൊക്കെ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും പഠിച്ചത് എങ്ങനെയാണ്, ചില കുട്ടികൾക്ക് പനി വരുമ്പോൾ അത് തലച്ചോറിലേക്ക് ഇരച്ചു കയറും രക്തം. അപ്പൊ അത് ഇരച്ചു കയറുമ്പോൾ ചില കുട്ടികൾക്ക് അതിന്റെ ടോളറൻസ് ലിമിറ്റ് കുറവാണ്, അതുകൊണ്ട് ചില കുട്ടികൾ അതുകൊണ്ടാണ് ഫിറ്റ്സ് ഉണ്ടാകും. ഇങ്ങനെ ധാരാളം വ്യാജമായിട്ടുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ ധാരാളം മണ്ടത്തരങ്ങൾ ഈ വിദ്യാഭ്യാസ കാലത്ത് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം പാവപ്പെട്ട രോഗികളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഞാൻ റിപ്പന്റ് ചെയ്യുവാണ്. ഇപ്പോഴുള്ളതാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല അറിവെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചികിത്സിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യും. അപ്പൊ പാർക്കിൻസൺ ഡിസീസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ രോഗം മാത്രം ഒരുപക്ഷെ ഒരു ദിവസത്തെ മുഴുവൻ ക്ലാസ് എടുക്കാൻ മാത്രമുള്ള കേസ് എനിക്ക് പ്രസന്റ് ചെയ്യാനായിട്ടുണ്ട്, എക്സാമ്പിൾസ് പറയാനുണ്ട്. അപ്പൊ അതിന്റെ കാരണം ഒന്ന് തന്നെയാണ്, അതായത് സ്റ്റക്ക് ആവുക, പെട്ടുപോവുക, എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ലാതെ തോന്നുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പൊ മോട്ടോർ കോൺഫ്ലിക്റ്റ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ്. ഐ കനോട്ട് മൂവ് ഫോർവേഡ്, ഐ കനോട്ട് എസ്കേപ്പ് എന്ന് വന്നതിന് ശേഷം പിന്നെ ഹീല് ചെയ്യുകയാണ്. പിന്നെ ഹീല് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന ട്രെമർ, അല്ലെങ്കിൽ വൈബ്രേഷൻ, അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാകും. പക്ഷെ വൈ ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഹീൽഡ്. അപ്പൊ അതിനാണ് നമ്മൾ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അത് വീണ്ടും റെക്കർ ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം വീണ്ടും 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 നമുക്ക് ഉണ്ടാവുകയാണ്. ചിലപ്പോൾ അതേ തോട്ട്സ് ആയിരിക്കും, അതേ ഇമോഷൻ ആയിരിക്കും, അതേ സീസൺ ആയിരിക്കും, അതേ വ്യക്തിയായിരിക്കും എന്നെ വീണ്ടും ട്രിഗർ ചെയ്യുന്നത്, വീണ്ടും അടുത്ത ഒരു ഫിറ്റ്സ് ഉണ്ടാകാനുള്ള കാരണം. ഇങ്ങനെയാണ് GHK പാർക്കിൻസൺ ഡിസീസിനെ വിശദീകരിക്കും. അത് തുടർന്ന് പോകുന്ന പലപ്പോഴും വർഷങ്ങളോളം നീണ്ടുപോകും ചിലർക്ക്. അപ്പൊ വർഷങ്ങളോളം നീണ്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇറ്റ്സെൽഫ് ഈസ് എ കോൺഫ്ലിക്റ്റ് ഫോർ ഹിം. ഐ കനോട്ട് ഗോ ഇൻ പബ്ലിക്, ഐ കനോട്ട് ടേക്ക് അപ്പ് എ ജോബ്, എനിക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് തന്നെ അയാൾക്ക് എൽഡപ്പായി സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ അതിനാണ് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് കോൺഫ്ലിക്റ്റ് ആക്ട്സ് ഇറ്റ്സെൽഫ് ആസ് എ ട്രിഗർ ഫോർ നെക്സ്റ്റ് കോൺഫ്ലിക്റ്റ്. അപ്പൊ അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം ക്രോണിക് ഡിസീസ് ആയിട്ട്
നീണ്ടു നീണ്ടു പോകുന്നു. അല്ലെങ്കിൽ ഒരൊരു ദിവസം എത്രയും പെട്ടെന്ന് ഒരു GSK പ്രാക്ടീഷണറുടെ അടുത്ത് ഒരു പാർക്കിൻസൺ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എന്നാണ് തുടങ്ങിയത് എന്ന് ആ രോഗിക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. കാരണം അത്രമാത്രം ക്രൂഷ്യലാണ് ആ ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ഇൻ ദി ലൈഫ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഓർക്കാനും അതിനുശേഷമാണ് എനിക്ക് വിറയൽ തുടങ്ങിയതെന്ന് അയാൾക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഗോ ബാക്ക്, ആ ടൈം ലൈനിലേക്ക് പോയിട്ട് ആ സംഭവത്തെ നിങ്ങൾ മാനേജ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പുറത്തു കിടക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ മസിൽസിനൊന്നും സംഭവിച്ചിട്ടില്ല, മസിൽസ് വെയിറ്റ് ആയിട്ടില്ല, അയക്കും ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മസിൽസിന് സ്ട്രെങ്ത് ഒന്നും കുറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അതേ സ്ട്രെങ്ത് അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഭയമാണ് നിങ്ങളെ വീണ്ടും 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 ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാത്ത രീതിയിലേക്ക് നിങ്ങൾ ആകുന്നു എന്നുള്ളത് മനസ്സിലാകും. ഇപ്പൊ ഫോക്കൽ ഡിസ്റ്റോണിയ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം അനുഭവപ്പെടുന്നതാണ്. പലപ്പോഴും താഴെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സർജൻ, അപ്പൊ അയാളുടെ സർജറിയിൽ നല്ല മിടുക്കനായിരുന്നു, പക്ഷെ ഒരു സർജറിയിൽ കത്രിക വയറ്റിൽ ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേക്കും രോഗി മരിച്ചുപോയി, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്തതോടുകൂടി അയാളുടെ മേലെ ഒരു കേസ് വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ആളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഇല്ലാതെയാകുന്നു. അതോടുകൂടി അയാൾ ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചിലപ്പോൾ സർജൻസിന്റെ കൈ വിറയ്ക്കുന്നു. വലിയ ഫേമസ് ആയിട്ടുള്ള സർജൻ ആയിരിക്കും, പക്ഷെ ഇപ്പോൾ അയാൾക്ക് സർജറി ചെയ്യാൻ പറ്റുന്നില്ല, കൈ വിറയ്ക്കും. അല്ലെങ്കിൽ ഒത്തിരി ധാരാളം മീറ്റിങ്ങുകളൊക്കെ നടത്തി ഒത്തിരി തിരി തെളിച്ചിട്ടുള്ള നിലവിളക്ക് കൊളുത്തിയിട്ടുള്ള ആളായിരിക്കും, പക്ഷെ ഇപ്പോൾ അയാൾക്ക് തിരി തെളിക്കാൻ പോകുമ്പോഴത്തെ അയാളുടെ കൈ വിറയ്ക്കും. കാരണം അയാൾക്ക് ഭയമാണ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അതിന് കാരണം. ഡെന്റിസ്റ്റ് പല്ല് പറിക്കാനായിട്ട് ധാരാളം പല്ല് പറിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയെങ്കിലും അയാൾക്ക് ഒരു ഷോക്കിംഗ് സംഭവം നടന്നു കഴിഞ്ഞാൽ അയാളുടെ സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റും മോട്ടോർ കോൺഫ്ലിക്റ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അയാൾക്ക് പല്ല് പറിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മരപ്പിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പൊ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ അതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള കാര്യമാണ് ടെറ്റനസ്. അത് ടെറ്റനസ് ടോക്സിൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നും പഠിച്ച കാലത്ത് ധാരാളം പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഒക്കെ പഠിച്ച കാലത്ത് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എൻ്റെ സുഹൃത്തുക്കൾ കേട്ടിട്ടുണ്ടാവും, ഒരു വൈറസ് എങ്ങനെയാണ് നമ്മളെ രോഗി ഉണ്ടാക്കുന്നത്, അത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് അനിമൽസ് ഫീക്കൽ മാറ്ററിലൂടെ, ഇങ്ങനെ ധാരാളം അബദ്ധ അറിവുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ ഇതെല്ലാം ഏറ്റ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ടെറ്റനസ് ടോക്സോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുക, എവിടെ മുറിവുണ്ടായാലും പോയി ടെറ്റനസ് എടുക്കുക, ഇങ്ങനെയുള്ള ധാരാളം റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. GHK പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടെറ്റനസ് എന്ന് പറയുന്ന ഒരു വൈറസ്, ടെറ്റനസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു രോഗിയുണ്ട്, അങ്ങനെയൊന്നുമില്ല. അയാളുടെ കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റി, ഇപ്പൊ ഫേഷ്യൽ പേഴ്സി ആണ്, അല്ലെ ഫേഷ്യൽ ക്രിസ്മസ് എന്നൊക്കെ പറയും, ഫേഷ്യൽ മസിൽസിന്റെ സ്പാസമാണ് വരുന്നെങ്കിൽ അയാൾക്ക് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ്, പിന്നീട് കോൺഫ്ലിക്റ്റ് അന്നേരം വരുന്നത് പെട്ടെന്ന് വരുന്ന മോട്ടോർ കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ടാണ് ആ സ്പാസം അല്ലെങ്കിൽ ഇത് വരുന്നത്. സ്ട്രോക്ക് വളരെ ഒത്തിരി വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. GHKയിൽ 2 രീതിയിലാണ് സ്ട്രോക്ക് പറയുന്നത്. വൈറ്റ് സ്ട്രോക്ക് എന്നറിയുന്ന കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ നടക്കുന്നു, അവിടെ പെട്ടെന്ന് പാരാലിസിസ് നടന്നു. പക്ഷെ റെഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഹീലിംഗ് ഫേസിലാണ് നടക്കുന്നത്, അതുകൊണ്ട് അതിന്റെ എപ്പിലെപ്റ്റോൾ ക്രൈസിസിലാണ് നടക്കുന്നത്. അപ്പൊ ബ്രെയിൻ എല്ലാ നമ്മുടെ സിങ്ക്രോണിസിറ്റി, ഞാൻ ധാരാളം പ്രാവശ്യം എപ്പോഴും പറയുന്ന പോലെ മൈൻഡിലുള്ള കോൺഫ്ലിക്റ്റും ബ്രെയിനിലുള്ള ചേഞ്ചസും ബോഡിയിലുള്ള ചേഞ്ചസും ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു സ്ട്രോക്ക് വരുമ്പോഴത്തേക്കും മൈൻഡാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, പക്ഷെ ബ്രെയിനിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും. ഓഫ് കോഴ്സ് ഈ HH എന്ന് പറയുന്ന ഹാമർ ഫോക്കസ് CT സ്കാനിൽ എലിസിറ്റബിൾ ആണ്, അല്ലെങ്കിൽ ഡിറ്റക്റ്റബിൾ ആണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവര് ഒരു സ്ട്രോക്ക് വന്ന പേഷ്യന്റിനെ, അല്ലെങ്കിൽ ഈ സ്പാസം വന്ന പേഷ്യന്റിനെ ജീവിതകാലം മുഴുവനും അവരെ ബ്ലഡ് തിന്നേഴ്സ് എന്ന് പറയുന്ന മരുന്ന് കഴിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CT സ്കാനിൽ കണ്ട ഒപ്പേസിറ്റി അവർ വിചാരിച്ചിരിക്കുന്നത് അവിടെ ത്രോംബോസിസ് നടന്നു, അല്ലെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടാണ്, അല്ലെ സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മനുഷ്യരെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു രോഗിയോട് പിറ്റത്തെ ദിവസം മുതൽ മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു, ബ്ലഡ് തിന്നേഴ്സ് ഒത്തിരി അയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു 2 weeks ആണ്. അയാൾ 250 ആഴ്ച കണക്ക് കൂട്ടി ഞാൻ, അതായത് 5-6 വർഷം മുമ്പ് ആണ് അയാൾക്ക് പാരാലിസിസ് തുടങ്ങിയത്. അപ്പൊ അയാൾ 2 ആഴ്ച കൊണ്ട് ഒരു 10% റിലീഫ് പറഞ്ഞു. പക്ഷെ അയാൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടായി, കംപ്ലീറ്റ് അലോപ്പതി മെഡിസിൻ നിർത്തി. അപ്പൊ അതിനെ ഡയഗ്നോസിസ് ഒക്കെ വളരെ രസമാണ്, ധാരാളം പുതിയ പേരുകളുണ്ട്.
ഇതെല്ലാം കൊണ്ട് നടക്കുകയാണ്. അത് ഇൻക്യൂറബിൾ ആണെന്നുള്ള സബ് അക്യൂട്ട് ലാക്കൂണാർ ഇൻഫാർക്ട് ഇൻ റൈറ്റ് കൊറോണ റേഡിയേറ്റ. അപ്പൊ അവർ ഇൻഫാർക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡീജനറേറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് ബ്രെയിനിന്റെ അകത്തുള്ളത് എന്ന് ന്യൂറോളജിസ്റ്റും റേഡിയോളജിസ്റ്റും ഒക്കെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഡയഗ്നോസിസ് ഒക്കെ വരുന്നത്. ആക്ച്വലി HH ആണ് അവർ കണ്ടുപിടിക്കുന്ന ഈ ഫോക്കസ്, ഹാമർ ഫോക്കസ് എന്ന് പറയുന്നത്. അതൊരു ഒപ്പേസിറ്റിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കംപ്ലീറ്റ് ആയിട്ട് റിസോൾവ് ചെയ്തു പോകുന്നതാണ്, പ്രൊവൈഡഡ് യു ഡോണ്ട് ടാമ്പർ ഓൺ ഇറ്റ്. ഇവിടെ മൾട്ടി ആക്സിയൽ ന്യൂറോളജിക്കൽ സിൻഡ്രോം വിത്ത് പ്രിഡോമിനന്റ് എക്സ്ട്രാ പിരമിഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പുതിയ പണ്ടൊക്കെ നമ്മൾ IVDP എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു IVDP ഒന്നും ഇല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ഇന്റർവെർട്ടിക്കുലർ ഡിസ്ക് പ്ലാപ്സ് ഒന്നും ഇല്ല. അവർക്ക് വേറെ പല പല മനോഹരമായ പേരുകളുണ്ട്. അതായത് ആ സ്കെൽറ്റൽ മസിൽസിനെ അല്ലെങ്കിൽ സ്പൈനെ ബാധിക്കുന്ന മൊത്തം ബോൺ അഫെക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്, ഇതിനെല്ലാം പുതിയ പുതിയ പേരുകൾ കൊടുത്തിട്ട് ധാരാളം എക്സ്പാൻഡഡ് ആയിട്ടുള്ള നോളജ് നമുക്കുണ്ട്. ബട്ട് ഓൾ ഇൻ ദി ഫിസിക്കൽ ലെവൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു എനി കൺസിഡറേഷൻ ദി ഇമോഷൻസ് അല്ലെങ്കിൽ സൈക്കിക് കോൺഫ്ലിക്ട്സ് ദാറ്റ് ദി പേഷ്യന്റ് ഹാസ് അണ്ടർഗോൺ. ഇതിനെക്കുറിച്ച് യാതൊരു ചർച്ചയും ഇല്ലാതെയാണ് ഈ മെഡിസിൻ, ഈ മസിലിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകുന്നത്, ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മള് എപ്പോഴും ഈ സ്ട്രോക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ശബ്ദം കുഴഞ്ഞു പോയി, അല്ലെങ്കിൽ ശബ്ദം കിട്ടുന്നില്ല, സംസാരിക്കാൻ കിട്ടുന്നില്ല, നമ്മുടെ ആർട്ടിക്കുലേഷൻ ഡിഫിക്കൽട്ട് ആണ്. ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് അത് അടുത്ത് നിൽക്കുന്ന ഭാര്യയ്ക്ക് മാത്രം മനസ്സിലാകും എന്താണ് ഇയാൾ പറയുന്നത് എന്നുള്ളതൊക്കെ വരുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വെൻ ദി ഇഡിമ ഈസ് അഫക്റ്റിംഗ് ദി ബ്രോക്കാസ് ഏരിയാസ്, വെർണിക്സ് ഏരിയ എന്നൊക്കെ പറയുന്ന ബ്രെയിൻ അത് ഉണ്ട്. അത് ഞാൻ പടത്തിൽ ഇതാണ് ബ്രോക്കാസ് ഏരിയ ആൻഡ് വെർണിക്സ് ഏരിയ. അപ്പൊ ഇത് സെർബ്രൽ കോർട്ടെക്സിലുള്ള രണ്ട് ഏരിയ ആണ്. അപ്പൊ അതിനെ ബാധിക്കുന്ന ഇടിമ ഉള്ളത് കൊണ്ടാണ് ഈ വെർബൽ ആർട്ടിക്കുലേഷൻ അല്ലെങ്കിൽ വാക്കുകൾ പറയാനായിട്ട് ഒരാൾക്ക് സാധിക്കാതെ വരുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു പിടിക്കാവുന്നതാണെന്നുള്ള കോൺഫിഡൻസ് കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ഇനിമേലെ സംസാരിക്കത്തില്ല എന്നൊന്നുമില്ല. നിങ്ങളുടെ വാക്കുകൾ തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിൻ ഇടിമ കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് ഒരു റിക്കവറി ആഫ്റ്റർ സ്ട്രോക്ക്, അവിടെ ബ്ലഡ് തിന്നേഴ്സ് കൊടുത്താൽ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്ത് ഇങ്ങനെ കൈകാലിട്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഫിസിയോതെറാപ്പി കൊണ്ടല്ല ശരിയാവേണ്ടത്, നമ്മുടെ ബ്രെയിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബ്രെയിനിനെ അറ്റൻഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനെയാണ് അറ്റൻഷൻ ചെയ്യേണ്ടത്. ഞാൻ മനസ്സിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല. എന്ത് കോൺഫ്ലിക്റ്റാണ് ഞാൻ സ്റ്റക്ക് ആയത് അതൊക്കെ അവിടെ തന്നെ നിൽക്കും എന്ന് പിടിവാശി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും സഹായിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ കാണിച്ച കേസ് ഇന്ന് വന്നതാണ്, എന്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ കേസാണ്. ഒരു പാർട്ടീഷൻ നടത്താനായിട്ട് തയ്യാറല്ല. അപ്പോഴെന്താണ്, അയാൾ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് തയ്യാറില്ല. മരിച്ചാലും വേണ്ടില്ല. ഇപ്പൊ സൂയിസൈഡ്, നമ്മളെ സിബിലിറ്റി മാസത്തിന്റെ എല്ലാം ഉണ്ട്. സൂയിസൈഡ് തോട്ട്സ് ഉണ്ട്, ഡിസയർ ഫോർ ഡെത്ത് ഉണ്ട്, ഡിസ്പെപ്സിയ ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, വായിക്ക് രുചിയില്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഞാൻ പറയുന്ന ഉദാഹരണമാണ്. അതായത് നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു, അയാൾ ഒരു തഹസീൽദാരാണ്. ഫസ്റ്റ് ഗിയറിലിട്ട്, സെക്കൻഡ് ഗിയറിലിട്ട്, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ടോപ്പ് ഗിയർ, അങ്ങനെ പോകുന്ന ഒരു ജീവിതം. ഒരാൾ എപ്പോഴാണോ റിവേഴ്സ് ഗിയറിൽ ഇടുന്നത് അന്നേരമാണ് ഒരാൾക്ക് വിശപ്പ് കുറയുന്നതെന്ന് എന്റെ അനുഭവത്തിൽ കണ്ടുപിടിച്ച കാര്യമാണ്. അത് അയാൾ ഷെയർ ചെയ്ത കാര്യവുമാണ്. അപ്പോൾ ഒരാള് സ്ഥിരമായിട്ട് പാരാലിസിസ് വന്നു, അതിൻ്റെ അകത്ത് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല. തിരിച്ചു വരാനായിട്ട് സാധിക്കും. അത് സാധിക്കണമെങ്കിൽ GNM തീർച്ചയായിട്ടും ഉണ്ടാവണം. നിങ്ങൾക്ക് മനസ്സിലാകണം എന്താണ് സംഭവിച്ചത്, കാരണം എന്താണ് മോട്ടോർ കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്ന ചിത്രം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ജംഗിൾ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ വലിയ ഒരു മാർഷി ഏരിയയിൽ ഒരു വൈൽഡ് ഹോഴ്സ്, അല്ലെങ്കിൽ ചിലപ്പം വരയൻ കുതിര, സിംഹം, കുതിര എന്നൊക്കെ പറയുന്നത് പെട്ടുപോയി, അല്ലെ ജിറാഫ്, അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് പെട്ടുപോയി ഒരു മാർഷി ഏരിയയിലാണ് ഒരു കാല് പെട്ടുപോയി കഴിഞ്ഞാൽ മറ്റേ കാല് കൊണ്ട് കുത്തി ഇതിനെ പൊക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ കാല് ഒന്നുകൂടി താഴ്ത്തേക്ക് പോകും. അപ്പൊ ഇത് പോകും. അങ്ങനെ അവിടെ പെട്ടുപോയി. അപ്പം രക്ഷയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മൃഗത്തെ, ഇപ്പൊ ആരെങ്കിലും ഹണ്ടേഴ്സോ ആരെങ്കിലും ടൂറിസ്റ്റോ ആരെങ്കിലും അവിടെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറികളിലൊക്കെ വിസിറ്റിന് വരുന്ന സമയത്ത് ഇവര് രക്ഷപ്പെടുത്തിയെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി അതിനെ എടുത്ത് കരയിലിട്ട് കഴിഞ്ഞാൽ അതിന് നടക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം പാരാലിസിസ് ആയി.
കാരണം സ്റ്റക്ക് ഫീലിംഗ് മാറണമെങ്കിൽ അതിനെ പയ്യെ 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 കോൺഫിഡൻസ് കൊടുത്ത് അതിനെ നോർമൽ ലെവലിലേക്ക് വരാൻ പറ്റും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏതെങ്കിലുമൊക്കെ മൃഗങ്ങൾ ഇങ്ങനെ പെട്ടുപോയതിനു ശേഷം നിങ്ങൾ അതിനെ റിലീസ് ചെയ്തു. ഒരു കുടത്തിൽ തല കഴുകിയ പട്ടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ മരത്തിന്റെ ഇടയ്ക്ക് തല ഉടക്കിപ്പോയ ഒരു മൃഗം, അതിനെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അതൊന്ന് ഒന്ന് 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 ആക്സലറേറ്റ് ചെയ്ത് അത് ഓടി രക്ഷപ്പെടുന്ന ഒരു സമയം വരെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒബ്സർവേഷനിലൂടെ നമുക്ക് നമ്മുടെ തന്നെ കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കി നമ്മുടെ പേഷ്യൻസിലൊക്കെ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് GHK ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മസിലിനെ കുറിച്ചാണ്. അതിൽ നിങ്ങൾ ഒരിക്കലും മോട്ടോർ കോൺഫ്ലിക്റ്റ് മറന്നേക്കരുത്, അതുപോലെ തന്നെ സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് മറന്നേക്കരുത്. ഇത് രണ്ടും നിങ്ങൾക്ക് അടിസ്ഥാനപരമായ കോൺഫ്ലിക്റ്റ് ആയിട്ട് മസിലിന്റെ സ്റ്റഡിയിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് GHKയുടെ ഒരു വല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ പരാലിസിസ് വരാതിരിക്കാനും, സ്ട്രോക്ക് വരാതിരിക്കാനായിട്ടും, ഒരു വശം വരാതിരിക്കാനായിട്ടും, ഫേഷ്യൽ പാൾസി വരാതിരിക്കാനായിട്ടും, ട്രെമർ വരാതിരിക്കാനായിട്ടും, പാർക്കിൻസൺ ഡിസീസ് വരാതിരിക്കാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെയൊക്കെ ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾ എല്ലാവരും വായിക്കണം, ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അങ്ങനെ ഈ സിങ്ക്രോണിസിറ്റി, അതായത് 3 ലെവൽസ് മറന്നു പോകരുത്: സൈക്കി, ബ്രെയിൻ ആൻഡ് ബോഡി അല്ലെങ്കിൽ ഓർഗൻ. അപ്പോൾ ഈ സിങ്ക്രോണിസിറ്റി മനസ്സിലായിട്ട് വേണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് പോകാനായിട്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ www.learninggnm എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ഞാൻ ഇതിന് അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അന്ന് സമ്മറൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്ത് ഞാൻ നിങ്ങളോട് ഈ 1 hour സംസാരിച്ചത്. അപ്പൊ അത് നിങ്ങൾ ഒരു ഒരു ഇതായിട്ട്, ഒരു സൂചനയായിട്ട്, സമ്മറി ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ പിന്നോടൊറ്റു നിങ്ങളിൽ തന്നെ, നല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഈ പാരാലിസിസിലോ ഫേഷ്യൽ പാൾസിയിലോ ഇങ്ങനെ പറഞ്ഞ സിംറ്റംസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കുമ്പോൾ GHK പഠിക്കാതെ നിങ്ങൾ ഏത് ഫിസിയോതെറാപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു മെഡിസിൻ കൊടുക്കുന്നത് പോലും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം നമുക്ക് അടുത്ത ചാപ്റ്റർ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാം. ECG എക്സ്പ്ലനേഷൻ ഓഫ് എപ്പിലെപ്സി. ECG തീർച്ചയായിട്ടും നമ്മുടെ സൈക്കി, ബ്രെയിൻ കഴിഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ. അത് നമ്മുടെ ഹോർമോൺ അനാലിസിസ്, ബ്ലഡ് അനാലിസിസ്, അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് അനാലിസിസ്, അല്ലെങ്കിൽ കാൽഷ്യം ഡെൻസിറ്റി, അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ പിന്നീട് ചെയ്യുന്നത് ഒറിജിൻ എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്ക് വരാൻ. അപ്പൊ ECG എന്ന് പറയുന്നത് അറിയാമല്ലോ, നമുക്ക് ഇലക്ട്രിക് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി മുഴുവനുണ്ട്. അതിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് അത് ബ്രെയിൻ ആയാലും ഹാർട്ട് ആയാലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എലിസിറ്റ് ചെയ്യാനായിട്ട് സെൻസറി അല്ല സെൻസ് ചെയ്യാൻ പറ്റുന്ന ധാരാളം കമ്പ്യൂട്ടറൈസ്ഡ് മെക്കാനിസംസ് നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ഇലക്ട്രിക് സിഗ്നൽസ് കമ്മിങ് ഔട്ട് ഫ്രം ദി അഫക്റ്റഡ് ഏരിയ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള എക്സ്പേർട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ CT സ്കാനിൽ ഉണ്ടാകുന്ന ഇമേജസ് ഒരു മെത്തേഡ് ആണെങ്കിൽ, ഇലക്ട്രിക് ഇമ്പൾസസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫ്രം ദി നോർമൽ ഏരിയ എന്നുള്ളതൊക്കെ അവർ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ നോർമൽ ഏരിയ എങ്ങനെ, എത്ര വോൾട്ടേജിൽ അല്ലെങ്കിൽ എത്ര നമുക്ക് അറിയത്തില്ല, അത് എനിക്ക് അറിയത്തില്ല. ECG തന്നെ വളരെ പുവറാണ്. അപ്പോൾ ECG ഓഫ് ദി ഹാർട്ട്. അപ്പം ഇലക്ട്രോ എൻകഫലോഗ്രാം, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ECG അല്ല, സോറി, ഞാൻ വായിച്ചു തെറ്റിപ്പോയതാണ്. ഇലക്ട്രോ എൻകഫലോഗ്രാം ഇത് സെയിം ആണ്. ഇപ്പൊ ബ്രെയിനിന്റെ ഇലക്ട്രിക് സിഗ്നൽസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് റീഡ് ചെയ്യുക. ദാറ്റ് ഈസ് സെക്കൻഡറി ടു ദി ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ. അത് നമ്മൾ ഭാവിയിൽ എന്റെയൊക്കെ കാലശേഷം ഇവിടെയുള്ള യങ്ങർ ജനറേഷൻ GNM റിസർച്ച് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ EEG ഇങ്ങനെ, കോൺഫ്ലിക്റ്റ് ഹീലിംഗിൽ EEG ഇങ്ങനെ, റെസൊല്യൂഷനിൽ ഇങ്ങനെ, എപ്പിലെപ്റ്റോഡ് ക്രൈസിസിൽ ഇങ്ങനെയൊക്കെ വിശദമായിട്ട് പഠിക്കാനുള്ള സ്കോപ്പ് ഈ അറിവിന്റെ അകത്ത് ഉണ്ട് എന്ന് കൂടി പറയുക. അല്ലാതെ ഞാൻ EEG എക്സ്പെർട്ട് അല്ലെന്ന് ശശിക്ക് അറിയാം, എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം. അപ്പൊ EEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ എൻകഫലോഗ്രാം, ജസ്റ്റ് ലൈക്ക്
ഇലക്ട്രോകാർഡിയോഗ്രാം പറയുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ അകത്ത് ബ്രെയിൻ ടിഷ്യൂവിനെ മൊത്തത്തിൽ ഇലക്ട്രിക് ഇമ്പൾസസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുകയാണ്, റെക്കോർഡ് ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് കൺക്ലൂഷൻസ് എടുക്കും. സോ ദേ ആർ ഓൾ കമ്മിങ് secondary as a result of the original psychic conflict and the brain affection ആണ്. അപ്പൊ അത് നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും അല്ല, മോഡേൺ മെഡിസിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്കം, റിസൾട്ട് ഓഫ് ദി ഡിസീസ് ആണ്. അപ്പോൾ നമ്മൾ ആന്റിബോഡി റിയാക്ഷൻ, അല്ലെങ്കിൽ അലർജിയിൽ നമ്മൾ IgM എന്ന് പറയുന്നു. അപ്പൊ അത് അല്ലെങ്കിൽ ESR പറയും, അല്ലെങ്കിൽ എന്താ പറയാ സി റിയാക്റ്റീവ് പ്രോട്ടീൻ പറയും, അല്ലെങ്കിൽ ഹോർമോണൽ വേരിയേഷൻ പറയും, PSA പറയും. എല്ലാ റിസൾട്ടും നമ്മളിപ്പം ഇത് എത്ര പേജ് ഉണ്ടെന്ന് ഇന്നൊരു പേഷ്യന്റ് കൊണ്ടുവന്ന ഒരു 10-25 പേജ് ഉണ്ടാവും. ഇന്ന് എത്ര പൈസ നിങ്ങളുടെ പോക്കറ്റിലുണ്ട് അത്രയും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് വലിയൊരു ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടും. അപ്പൊ അതിൻ്റെ അകത്ത് കിട്ടുന്നതെല്ലാം നമുക്ക് റിസൾട്ട് ഓഫ് ദി ഡിസീസ് ആണ്. വേറാസ് ദേ ഡോണ്ട് ഹാവ് ടൈം, ദേ ഡോണ്ട് ഹാവ് എ ടെക്നോളജി, ദേ ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ നോയിങ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ ഇൻ ദി മൈൻഡ് ലെവൽ ഓഫ് ദി പേഷ്യന്റ്. അതാണ് നമുക്ക് വളരെ സിമ്പതൈസ് ചെയ്യുക. കാരണം അവർക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല GNM പഠിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് എല്ലാവരും പഠിക്കണം. അതിൽ കൺവെൻഷണൽ മെഡിസിൻ ആൾക്കാർക്ക് പഠിക്കാൻ പാടില്ലെന്നോ ഒന്നുമില്ല. എല്ലാവരും പഠിക്കണം. ഏത് മെഡിക്കൽ രംഗത്തുള്ളവരും പഠിക്കണം, ഏത് സാധാരണക്കാരും പഠിക്കണം, ലേമൻ എന്ന് നമ്മൾ വിളിക്കുന്ന മെഡിക്കോസ് അല്ലാത്തവരും പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഡോക്ടർ ശശിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. EEGയെ കുറിച്ച് എങ്ങനെ GSKയിൽ നമുക്ക് ഉപയോഗപ്രദമാകും എന്നുള്ളത് നമുക്ക് പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. കാരണം 17 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ എൻ്റെ ജീവിതത്തില്, ലൈഫില്, പ്രയോഗത്തില്, ക്ലിനിക്കില് GSK ഉപയോഗിച്ച് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അടുത്ത വിഷയവുമായിട്ട് വീണ്ടും കാണാം. ഡോക്ടർ അനിത, നമുക്കെന്നാ നിർത്താം. വേറെ ആരും ഒന്നും പറയണില്ല എങ്കിൽ ശരി സാറേ, അടുത്ത ശരി ദിവസം സാറേ. നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഫാറ്റ് ടിഷ്യൂ. ഓക്കെ നമ്മൾ ആ സാറേ, ഓർഡറിലാണ് പോകുന്നത്. ഓക്കെ അതിന്റെ ആ സാറേ, ഓക്കെ. ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഓക്കെ. ഞാൻ പഠിക്കുന്നത്. ശരി ശരി ഞാൻ ശരി സാറേ, പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു. ശരി സാറേ. ഓക്കെ സാറേ. താങ്ക് യു സാർ. താങ്ക് യു ഫോർ എ വാല്യുബിൾ class and valuable information. Thank you all. Good night. വീണ്ടും ഞാൻ ഡോക്ടർ അനിതയ്ക്ക് നന്ദി പറയുവാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, എന്നും പറയാനായിട്ട് താല്പര്യമുണ്ട്. കാരണം അത്രമാത്രം വലിയൊരു ഒരു 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 ചലഞ്ചിങ് ആയിട്ടുള്ള, റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോക്ടർ അനിത ചെയ്യുന്നത്. ഞാൻ എന്നും നന്ദിയുണ്ട്. നമ്മുടെ മലയാളികളുടെ മുമ്പിൽ ഒരു വെബ്സൈറ്റ്, ഒരു പ്ലാറ്റ്ഫോം തുറന്ന് തന്നത് ഡോക്ടർ അനിതയാണ്. അപ്പൊ അനിതയുടെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ സൂമിൽ നമ്മൾ കണ്ട് മുട്ടുന്നത്. ഓക്കെ, താങ്ക് യു.